Good afternoon. Good afternoon, ma'am. Good afternoon. ഊണൊക്കെ കഴിച്ച എല്ലാവരും? കഴിച്ചല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് 3 മണി വരെ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. 3:30 വരെ ക്ലാസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ ടീച്ചർ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. അപ്പൊ ഇന്ന് 3 മണി വരെ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. ആതിര മിസ് ലീവാണ്. അതുകൊണ്ട് 3 മണി വരെ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഞാനായിരിക്കും കേട്ടോ. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഊണൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കണം. ഇനിയും ക്ലാസ്സിൽ കയറുക കേട്ടോ. കുട്ടികൾ കുറവാണ് ക്ലാസ്സില്. തുടങ്ങിയാലോ? നമുക്കെന്നാ ക്ലാസ് തുടങ്ങാം. ഓക്കെ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓൾ മ്യൂട്ട് കൊടുക്കട്ടെ കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അത് നമ്മൾ ഫിനിഷ് ചെയ്തിരുന്നു കേട്ടോ. ആ ചാപ്റ്ററുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെഡിക്കൽ എക്യുപ്മെന്റ്സ് 43 മെഡിക്കൽ എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ ആ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഓരോ എക്യുപ്മെന്റുകളും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തിനാണ് ഓരോ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിന്റെ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ചിത്രം കൂടെ നോക്കുക. നല്ലപോലെ ചിത്രം നോക്കി മനസ്സിലാക്കി എന്തിനാണ് ഓരോ എക്യുപ്മെന്റുകൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കുറെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചിലതുണ്ട്. ഇപ്പൊ സിറിഞ്ച് പമ്പ്, സക്ഷൻ പമ്പ്. ഓക്കെ, അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകരുത്. രണ്ടും സക്ഷൻ പമ്പ് അല്ലല്ലോ, എന്തായിരുന്നു? ഇൻഫ്യൂഷൻ പമ്പ്. ഓക്കെ, സിറിഞ്ച് പമ്പും ഇൻഫ്യൂഷൻ പമ്പും. ഓക്കെ, രണ്ടും ഇൻഫ്യൂസ് ചെയ്യാൻ തന്നെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ സിറിഞ്ച് പമ്പിൽ ഒരു സിറിഞ്ച് ഉണ്ടായിരിക്കും. ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുമ്പോൾ സിറിഞ്ച് പമ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറേ കൂടെ ലാർജർ ആണ്. കുറച്ചും കൂടെ പൈപ്പിംഗ് സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതാണ് ഇൻഫ്യൂഷൻ പമ്പ്. അതുപോലെ തന്നെ ECG എന്താണ്, ഹോൾട്ടർ മോണിറ്റർ എന്താണ്, കാർഡിയാക് മോണിറ്റർ എന്താണ്, അതും മൂന്നും വരുമ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഓക്കെ, ECG എന്ന് പറയുമ്പോൾ ഒരു 10-15 സെക്കൻഡ്സുകളോളം നീണ്ടു നിൽക്കുന്ന അത്രയും സമയം മാത്രമാണ് നമ്മൾ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നത്. ഹോൾട്ടർ മോണിറ്ററിലോട്ട് വരുമ്പോൾ അതുകൂടെ കുറെ കൂടെ പോർട്ടബിൾ ആണ്. എന്നുവെച്ചാൽ എന്താണ്, ECG പോലെയല്ല, നമുക്ക് കുറച്ചും കൂടെ പോർട്ടബിൾ ഡിവൈസ് ആണ് അല്ലെ. നമുക്ക് ഈസി ടു ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ആണ്. അവിടെ എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ഹൃദയത്തിന്റെ പ്രവർത്തനം മെഷർ ചെയ്യുന്ന ഒരു റെക്കോർഡ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഹോൾട്ടർ മോണിറ്റർ. സംഭവം ECG തന്നെ, പക്ഷെ ECG എന്ന് പറയുമ്പോൾ വെറും 10-15 സെക്കൻഡ് മാത്രമല്ലേ നേടുള്ളൂ. ഹോൾട്ടർ മോണിറ്ററിലോട്ട് വരുമ്പോൾ ഇതേ ECG തന്നെ, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യും. ഓക്കെ, കാർഡിയക് മോണിറ്റർ എന്ന് പറയുമ്പോഴും നമ്മളവിടെ ECG മാത്രമല്ല മെഷർ ചെയ്ത്, ECG ഉണ്ട്, റെസ്പിറേഷൻ റേറ്റ് ഉണ്ട്, പിന്നെ മറ്റു പല പാരാമീറ്റേഴ്സുകളും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ. ഓക്കെ, അപ്പൊ അതൊക്കെ അങ്ങനെ പഠിക്കുമ്പോൾ ഏകദേശം സിമിലാരിറ്റി തോന്നും നമുക്ക്, പക്ഷെ എല്ലാം വ്യത്യാസമുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ. അതുപോലെ സിറിഞ്ച് പമ്പ്, ഇൻഫ്യൂഷൻ പമ്പ്, അത് രണ്ടൊക്കെ പഠിക്കുമ്പോൾ ഏകദേശം ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ അത് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എന്തിനാണ് ഓരോ എക്യുപ്മെന്റ് ഉപയോഗപ്പെടുത്തുന്നത് കൃത്യമായിട്ട് വായിച്ച് ക്ലിയർ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങാനായിട്ട് പോകുന്നത്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കേട്ടോ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ ചാപ്റ്റർ 34ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് കിടക്കുന്നത്. 34th കേട്ടോ. 34ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? സെക്കൻഡ് മൊഡ്യൂളിലെങ്ങാണ്ടല്ലേ ഈ ചാപ്റ്റർ കിടക്കുന്നത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഒരു കാര്യം എന്താണ് മാർഗ, എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ഓക്കെ,
പിന്നെ ഒരു കാര്യം കേട്ടോ, ഒരു കാര്യം 34 കേട്ടോ. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ തന്നെ നിങ്ങളോട് പറയാണ്. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്തോട്ട് നിങ്ങൾക്ക് അതിനായി തന്നിട്ടുണ്ട്. ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ട് വരുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അന്ന് ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. മൊഡ്യൂൾ 1 വരുന്ന ചാപ്റ്റേഴ്സ്, 2 വരുന്നത്, 3 വരുന്നത്, 4 വരുന്നതൊക്കെ. അപ്പൊ ഓരോ മൊഡ്യൂളിലും വരുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കോ. കൃത്യമായിട്ട് നിങ്ങൾ എഴുതി തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് പഠിക്കാണ്ടിരിക്കണം. കാരണം നിങ്ങൾക്ക് ഫൈനൽ എക്സാം വരുമ്പോൾ മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് എക്സാം വരും. മൊഡ്യൂൾ 1 ഒരു പേപ്പർ ഒരു ദിവസം, 2 വരുന്ന ചാപ്റ്റേഴ്സിന് എക്സാം ഒരു ദിവസം, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാപ്റ്ററുകളൊന്നും മാറിപ്പോകരുത് കേട്ടോ. മൊഡ്യൂൾ 1 എക്സാം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചു വെക്കണം. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഷഫിളായിട്ടാണല്ലോ കിടക്കുന്നത്. അത് കൃത്യമായിട്ട് നോക്കി വെക്കണം കേട്ടോ. എന്താ ജനുവരി ആണോ? അത് നമ്മുടെ പോർഷൻസ് തീരും കേട്ടോ. തീരുന്നതിനനുസരിച്ചിട്ടാണ് എക്സാം വന്നത് കേട്ടോ. നമുക്കിപ്പോ 3rd ഉം 4th ഒക്കെ നിങ്ങൾക്ക് 1st ഉം 2nd ഉം മൊഡ്യൂൾ കഴിഞ്ഞപ്പോ അതിന്റെ ഒരു മൊഡ്യൂൾ എക്സാം വന്നില്ലേ, മോഡല്. അതുപോലെ 3rd ഉം 4th ഉം കഴിയുമ്പോഴും ഒരു മൊഡ്യൂൾ എക്സാം നിങ്ങൾക്ക് വരും കേട്ടോ. മോഡൽ മൊഡ്യൂൾ എക്സാം വരും. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഫൈനൽ എക്സാമിലോട്ട് എത്തുന്നത്. ക്ലിയർ? ഓക്കെ. ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ കേട്ടോ. നിങ്ങൾ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരോടും നിങ്ങൾ ഷെയർ ചെയ്ത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അവസാനം ഇതെന്താണെന്ന് അറിയാമോ? ചാപ്റ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിളായി ചോദ്യപേപ്പർ വരുമ്പോ അയ്യോ ആ ക്വസ്റ്റ്യൻ ഇത് അങ്ങനെയൊക്കെ വരും കേട്ടോ. ഓരോ ചാപ്റ്ററിൽ വരുന്ന, ഒരു മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് എടുത്തു വെച്ചിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ. കേട്ടോ, ശ്രദ്ധിക്കാം. അപ്പോ ഇനി നമുക്ക് തുടങ്ങാം. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കേട്ടോ. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. കുറച്ചെന്ന് വെച്ചാൽ തുടക്കമാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പിന്നെ വരുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഒന്ന് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാം. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ആദ്യം തന്നെ മെഡിക്കൽ ഗ്യാസസ് അല്ലെ. എന്തിനാണ് മെഡിക്കൽ ഗ്യാസസ്? എന്താണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്തായിരിക്കും മെഡിക്കൽ ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? യെസ്, അതായത് നമ്മളുടെ ചികിത്സയ്ക്ക് അല്ലെ, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, പിന്നെന്താണ് ഡയഗ്നോസിസ് അല്ലെ, നമ്മുടെ രോഗനിർണയത്തിന് വേണ്ടിയിട്ട്, പിന്നെ എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുക? അനസ്തേഷ്യ അല്ലെ, അനസ്തേഷ്യ. ഇങ്ങനെയുള്ള മെഡിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാതകങ്ങൾ, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന വാതകങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ മെഡിക്കൽ ഗ്യാസസ്? എന്താണ് സൗമ്യ? നമ്പർ 34 ആണ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 34 ആണ് കേട്ടോ. സെൻട്രലൈസ്ഡ്. നിങ്ങൾ സ്ക്രീനിൽ നോക്കൂ. സ്ക്രീനിൽ ഹെഡിങ് ഉണ്ട്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഓക്കെ. അപ്പോ മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചികിത്സ, അതുപോലെ തന്നെ നമ്മുടെ രോഗനിർണയം, പിന്നെ അനസ്തേഷ്യ, അങ്ങനെയുള്ള മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാതകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇങ്ങനെയുള്ള മെഡിക്കൽ ഗ്യാസ് നമ്മൾ എങ്ങനെയാണ് പേഷ്യൻസിന് എങ്ങനെയാണ് കൊടുക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? അതായത് അതിന് പല ഉപകരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് എന്താ പറയുക, മാസ്കുകള് അല്ലെ, മാസ്കുകള്, പിന്നെന്താണ് നമ്മുടെ നെയ്സൽ കാനുലാസ് കണ്ടിട്ടില്ലേ? മൂക്കിലൊക്കെ ഇങ്ങനെ ട്യൂബ് പോലെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാവും. നെയ്സൽ കാനുലകള്, അതുപോലെ തന്നെ വെന്റിലേറ്ററുകള് അല്ലെ. ഇങ്ങനെയുള്ള ഉപകരണങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഡിക്കൽ ഗ്യാസസ് പേഷ്യൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ എന്താണ് മെഡിക്കൽ ഗ്യാസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ എന്താണ്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ രോഗികൾക്ക്, ഹോസ്പിറ്റലിലുള്ള രോഗികൾക്ക് വളരെ സുരക്ഷിതമായിട്ടും അല്ലെ, വളരെ വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ ഇത്തരം മെഡിക്കൽ വാതക വിതരണം ഉറപ്പാക്കാനായിട്ട് നമുക്ക് എന്താവശ്യമാണ്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആവശ്യമാണ്. മനസ്സിലായോ? നമ്മളിങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റില്ല അല്ലെ. വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ വേണം കൊടുക്കാൻ അല്ലെ. തോന്നിയ പോലെയല്ല കൊടുക്കേണ്ടത്. സുരക്ഷിതമായിട്ട് വളരെ വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ, വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതെ ഇത്തരം വാതക വിതരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റംസ് ഇവിടെ പ്രവർത്തിക്കുന്നത്, ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്.
മനസ്സിലായോ? അപ്പോ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് നമ്മുടെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വ്യത്യസ്ത വാതകങ്ങൾ എന്തൊക്കെയാണ്. വാതകങ്ങൾ എന്ന് വെച്ചാൽ മെഡിക്കൽ ഗ്യാസസ് കേട്ടോ. ഏതൊക്കെ മെഡിക്കൽ ഗ്യാസസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിന്റെ സംഭരണം, ഓക്കെ, എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എവിടെയൊക്കെ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ സംഭരണം, അതുപോലെ തന്നെ അതിന്റെ വിതരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. മെഡിക്കൽ ഗ്യാസ് എന്താണെന്നും സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രാധാന്യം എന്താണെന്നും അതിനകത്ത് വരുന്ന കമ്പോണന്റുകൾ ഏതൊക്കെയാണ്, മെഡിക്കൽ ഗ്യാസുകൾ ഏതൊക്കെയാണ്, എന്തിനൊക്കെയാണ് അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ ഓരോ കമ്പോണൻസ് പഠിക്കും. ഈ ഗ്യാസ് സിസ്റ്റം നമുക്ക് പഠിക്കാനുള്ളതാണ്, കുറച്ച് ബുദ്ധിമുട്ട്. അതിനകത്ത് കുറെ കമ്പോണൻസുകളൊക്കെ വരുന്നുണ്ട്, വാൽവുകള് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കമ്പോണന്റുകളൊക്കെ വരുന്നുണ്ട്. അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഓരോ ഗ്യാസ് സിസ്റ്റത്തിൽ ഗ്യാസിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കളർ കോഡുകളുണ്ട്. ഓക്കെ, കളർ കോഡ്സുകൾ ഉണ്ട്, അതൊക്കെ പഠിക്കാൻ വലിയ കുഴപ്പമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ആദ്യത്തെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ക്ലാസ് കേൾക്കുന്നവര് ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. കാര്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ചിലത് എനിക്കും പറഞ്ഞു തരും, മനസ്സിലാക്കിക്കാനും ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കി എടുക്കാനും ബുദ്ധിമുട്ട് വരാം. അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറയുന്നത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ നോക്കാം. മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് അഡ്മിനിസ്റ്റേർഡ് ടു പേഷ്യൻസ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ് അല്ലെ, നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്ന ആ ഗ്യാസസ് അല്ലെ, വാതകങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഡിക്കൽ ഗ്യാസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റംസ് ആർ ഇൻക്രീസിംഗ്ലി ടേണിംഗ് ഔട്ട് to be an essential requirement in hospitals in the same way that other necessary services and utilities like electricity, water and air conditioning. എന്താണ് അവിടെ പറയുന്നത്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് ഒരു ആശുപത്രിയില് വൈദ്യുതി അല്ലെ, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ വെള്ളം, AC, ഇതൊക്കെ എന്താണ്, അവശ്യ സേവനങ്ങളാണ് അല്ലെ. അപ്പം ഇത്തരം അവശ്യ സേവനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു അവശ്യ സേവനമാണ് എന്തെന്ന് പറയുന്നത്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഓക്കെ, കാരണം നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഇല്ലാതെ, വെള്ളമില്ലാതെ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിന്റെ കേസിൽ AC ഇതൊന്നും ഇല്ലാതെ എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങളൊന്നും നമുക്ക് നടത്താനായിട്ട് സാധിക്കില്ല അല്ലെ. അവിടുത്തെ ഇതൊന്നും ഇല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം എന്തായി പോകും, സ്റ്റക്കായി പോകും അല്ലെ, ഷട്ട് ഡൗൺ ആയി പോകും. അപ്പൊ ഇതൊക്കെ ഒരു അവശ്യ സേവനങ്ങളാണ്. അത്തരം യൂട്ടിലിറ്റീസിനൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്ന് തന്നെയാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മെഡിക്കൽ ഗ്യാസസ് which are gases used in medical procedures are used for treatment, for anesthesia and some for driving medical devices and tools. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ എന്തിനൊക്കെയാണ് മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്, എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോർ അനസ്തേഷ്യ അല്ലെ, അനസ്തേഷ്യ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഡയഗ്നോസിസ് അല്ലെ, രോഗനിർണയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് സം ഫോർ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾസ്. ചില മെഡിക്കൽ ഡിവൈസസുകൾ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട്, ചില മെഡിക്കൽ ഡിവൈസസ് എന്താ പറയാ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സോഴ്സ് ഓഫ് എനർജി എന്നുള്ള രീതിയിൽ ചില മെഡിക്കൽ ഡിവൈസസുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും നമുക്ക് എന്ത് ആവശ്യമാണ്, എന്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അതിനകത്ത് കൂടുതലൊന്നും പറയുന്നില്ല. മെഡിക്കൽ ഗ്യാസ് എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. പേഷ്യൻസിന് കൊടുക്കുന്ന വാതകങ്ങളാണ് മെഡിക്കൽ ഗ്യാസ്. അത് വന്നിട്ട് നമ്മൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്, രോഗനിർണയത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അനസ്തേഷ്യ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. ചില മെഡിക്കൽ ഡിവൈസുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പിന്നെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു അവശ്യ സേവനം തന്നെയാണ് അല്ലെ. ഹോസ്പിറ്റലിലെ ഇലക്ട്രിസിറ്റി, വെള്ളം, AC പോലെ അങ്ങനെയുള്ള യൂട്ടിലിറ്റീസുകൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവം തന്നെയാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമാണ് അവിടെ പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽസ് എന്താണ്, മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽസ്. ഇനി നമ്മൾ പഠിക്കുന്ന ഹോസ്പിറ്റലുകളിലെ ഏതെല്ലാം ഏരിയകളിലാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ മേഖലകളിലാണ്, മേഖല മീൻസ് ഹോസ്പിറ്റൽ എവിടെയെല്ലാം ഏതൊക്കെ ഏരിയകളിലാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ പ്രയോജനപ്പെടുത്തുന്നത്. നമുക്കൊന്ന് നോക്കാം.
The departments that use medical gases in hospitals consist of rooms, recovery room, diagnostic procedure and intervention areas, obstetrics and gynecology wards, ICU, general wards, etc. എവിടെയൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പോയിന്റുകൾ ഇങ്ങനെ ഒരു നമ്പർ ടക്കോട്ട് വേണമെങ്കിൽ എഴുതാൻ നമുക്ക് നീട്ടി പരത്തി എഴുതിക്കുന്നതാണ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഗ്യാസുകൾ ഏതൊക്കെ ഏരിയകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? ഒന്ന് റൂംസ് അല്ലെ, റൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യന്റ് റൂംസ്, രോഗികളുടെ റൂമുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിക്കവറി റൂം അല്ലെ. എന്താണ് റിക്കവറി റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോസ്റ്റ് അനസ്തേഷ്യ കെയർ ഏരിയാസ് ആണ് അല്ലെ. ഇപ്പൊ നമ്മള് ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നമ്മൾ അനസ്തേഷ്യ കൊടുത്ത് ആ രോഗിയെ നമ്മൾ സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പോസ്റ്റ് സർജറി അല്ലെ, നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്ന ഏരിയ ആണിത് റിക്കവറി റൂം. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, റിക്കവറി റൂം ആണ്. റിക്കവറിക്ക് വേണ്ടിയിട്ട് അല്ലെ, സർജറി ഒക്കെ കഴിഞ്ഞ് അനസ്തേഷ്യ ഒക്കെ കഴിഞ്ഞ അനസ്തേഷ്യയുടെ ഇഫക്റ്റും അതുപോലെ ആ സർജിക്കൽ പ്രൊസീജിയറുടെ ഇഫക്റ്റ് ഒക്കെ ഒന്ന് അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റിനെ മാറ്റി പാർപ്പിക്കുന്നതാണ്. അവിടെ നിന്ന് പിന്നീട് നമ്മൾ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? റിക്കവറി റൂംസിലോട്ടാണ് അല്ലെ. അപ്പൊ അത്തരം റൂമുകളിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. പിന്നെന്താണ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ കേട്ടോ. അതായത് രോഗനിർണയം. രോഗനിർണയം പ്രൊസീജിയറിലൊക്കെ നമ്മള് റേഡിയോളജി വിഭാഗത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ലാബ് അല്ലെ, ലാബ് ഒരു ഡയഗ്നോസ്റ്റിക്സ് ആണല്ലോ. അപ്പൊ ഈ ലാബിനകത്തും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? അതാണ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെയും നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ് ഇന്റർവെൻഷൻ ഏരിയാസ്. എന്താണ് ഇന്റർവെൻഷൻ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇന്റർവെൻഷൻ ഏരിയ എന്ന് പറഞ്ഞാല് വേറൊന്നുമല്ല, അതായത് നമ്മൾ രോഗികളുടെ ചികിത്സയൊക്കെ ചെയ്യുന്ന ഏരിയ തന്നെയാണ്. അതായത് രോഗികളുമായിട്ട് ഇടപെടുന്ന ഏരിയ. രോഗികളുമായിട്ട് ഇടപെടുന്ന ഏരിയ എന്ന് വെച്ചാൽ രോഗികളെ നമ്മൾ ചികിത്സിക്കുന്നു. അവ ചികിത്സിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ, എക്യുപ്മെന്റ്സ് അവിടെ ഉണ്ടായിരിക്കും, സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരിക്കും, പിന്നെ മറ്റു പല എന്താ പറയാ സാങ്കേതിക വിദ്യകളെല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം എന്താ പറയാ ഉള്ള ഒരു എന്താ പറയാ ഏരിയ അല്ലെങ്കിൽ ഒരു റൂം അല്ല ഏരിയാസ്. അതാണ് ഇന്റർവെൻഷൻ ഏരിയാസ് കേട്ടോ. ഇന്റർവെൻഷൻ ഏരിയ എന്ന് പേര് കേൾക്കുമ്പോൾ വേറെ എന്താണെന്ന് വിചാരിക്കേണ്ട, നമ്മുടെ എന്താ പറയാ പേഷ്യൻസിന് ചികിത്സിക്കുന്ന ഏരിയ തന്നെയാണ് കേട്ടോ. അവിടെ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, മറ്റു പല മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും, പിന്നെ എന്താ പറയാ അങ്ങനെയുള്ളതൊക്കെ ഉള്ളത്, പിന്നെ അത്യാവശ്യം സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടായിരിക്കും. ഇതെല്ലാം സജ്ജമാക്കിയിട്ടുള്ള ഏരിയനെയാണ് നമ്മൾ ഇന്റർവെൻഷൻ ഏരിയാസ് എന്ന് പറയുന്നത്. അവിടെയും മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ് ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വാർഡ്സ്. ഒബ്സ്ട്രക്റ്റിക്സും ഗൈനക്കോളജി എന്താന്നൊക്കെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചൊക്കെ നേരത്തെ തന്നെ പറഞ്ഞതാണ് അല്ലെ. അത്തരം വാർഡുകളിൽ ഒബ്സ്ട്രക്റ്റിക്സ് ഗൈനക്കോളജി വാർഡുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ICU. ICU എന്താണ്? ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ജനറൽ വാർഡ്സ്, പിന്നെ പൊതുവായിട്ടുള്ള കോമൺ നമ്മുടെ ജനറൽ വാർഡ്സിനും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ. അപ്പൊ എവിടേക്കാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ ഹോസ്പിറ്റലിലെ ഏതൊക്കെ ഏരിയയിൽ ഉപയോഗിക്കുന്നത്? പേഷ്യന്റ് റൂംസിൽ ഉപയോഗിക്കുന്നുണ്ട്, റിക്കവറി റൂംസിൽ ഉപയോഗിക്കുന്നുണ്ട്, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ഏരിയാസിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇന്റർവെൻഷൻ ഏരിയാസിൽ ഉപയോഗിക്കുന്നുണ്ട്, ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വാർഡ്സില്, ജനറൽ വാർഡില്, ICUല്, ഇവിടെയൊക്കെയാണ് ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നോക്കാം. Equipment is connected to the medical gas pipeline system via station outlets. നോക്കൂ, ഇതാണ് സ്റ്റേഷൻ ഔട്ട്ലെറ്റ്സുകൾ കേട്ടോ. അതിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് പറയുന്നത്? സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ വഴി അല്ലെ, സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ ഉപയോഗിച്ച് അതുവഴിയായിട്ട് എക്യുപ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് എക്യുപ്മെന്റ്? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ കൊടുക്കുന്നത് എങ്ങനെയൊക്കെ മാസ്കുകൾ മുഖേന അല്ലെങ്കിൽ നേസൽ കാനുല, വെന്റിലേറ്റർ പറയുന്ന അങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ വഴിയായിട്ടാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് പേഷ്യൻസിന് കൊടുക്കുന്നതാണ് അവിടുത്തെ എക്യുപ്മെന്റ്സ് അല്ലെ. ആ എക്യുപ്മെന്റിനെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എന്ത് മുഖേനയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? ഇത്തരത്തിലുള്ള സ്റ്റേഷൻ ഔട്ട്ലെറ്റ്സ് കണ്ടോ, ഇതൊക്കെ സ്റ്റേഷൻ ഔട്ട്ലെറ്റ് ആണ്. സ്റ്റേഷൻ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ ആക്സസ് പോയിന്റ്. ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. സ്വിച്ച് ബോർഡ്, സ്വിച്ചസ് ഉണ്ടായിരിക്കും, അത്യാവശ്യം എന്തെങ്കിലും പ്ലഗ് ചെയ്യാനുള്ള മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് സ്റ്റേഷൻ ഔട്ട്ലെറ്റ്സ് എന്ന് പറയുന്നത് ആക്സസ് പോയിന്റുകളാണ്. അപ്പൊ ഈ ഒരു സ്റ്റേഷൻ ഔട്ട്ലെറ്റുകളാണ് ഈ പറയുന്ന എക്യുപ്മെന്റിനെ നമ്മുടെ മെഡിക്കൽ ഗ്യാസ് പൈപ്പിംഗ് സിസ്റ്റമായിട്ട് എന്ത് ചെയ്യാണ്?
കണക്ട് ചെയ്യണം അല്ലെ. മെഡിക്കൽ ഗ്യാസ് പൈപ്പിംഗ് സിസ്റ്റത്തിലൂടെ മെഡിക്കൽ ഗ്യാസസ് വരുന്നു. അത് സ്റ്റേഷൻ ഔട്ട്ലെറ്റ്സിലൂടെ എങ്ങോട്ട് പോവുകയാണ്? നമ്മുടെ എക്യുപ്മെന്റ് എന്ന് വെച്ചാൽ മാസ്ക് ആവാം, നേസൽ കാനറി ആവാം, വെന്റിലേറ്റർ ആവാം, അതിലോട്ട് പാസ് ചെയ്യുന്നു. അത് നേരിട്ട് എന്നത് കൊടുക്കുകയാണ് പേഷ്യന്റിലേക്ക് നമ്മൾ എത്തിക്കേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? സോ എക്യുപ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പ്ലൈൻ സിസ്റ്റം ത്രൂ ഇതിലൂടെയാണ് സ്റ്റേഷൻ ഔട്ട്ലെറ്റ്സ്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലാവുന്നില്ലേ? എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. ശരി, അത് കുറച്ച് കുട്ടികളുണ്ട്. എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടാത്ത കുറെ കുട്ടികളാണെന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, എന്താണ് ഒരു ഉഷാറില്ലാത്തത്? ഇപ്പൊ ന്യൂ ഇയർ ആണല്ലോ നാളെ അല്ലെ? സെലിബ്രേഷൻ ഒക്കെ ഇല്ലേ നിങ്ങൾക്ക്? അപ്പൊ നോക്കാം. നോക്കാം. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് വാക്വം സിസ്റ്റം ആൻഡ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അനസ്തെറ്റിക് ഗ്യാസ് സ്കാവെഞ്ചിങ് സിസ്റ്റം ആണ് കേട്ടോ. അതായത് നമ്മളൊരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തെ പറ്റി പഠിക്കുമ്പോ അതിന് പ്രധാനമായിട്ടും രണ്ട് കമ്പോണൻസുകളാണുള്ളത്. കമ്പോണന്റ് എന്ന് പറയുമ്പോൾ രണ്ട് സിസ്റ്റങ്ങൾ ചേർന്നതാണ് എന്ത്? മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് സിസ്റ്റം എന്ന് അറിയാമോ? ഒന്ന് വന്നിട്ട് വാക്വം സിസ്റ്റം ആണ് കേട്ടോ. ഒന്ന് വന്നിട്ട് എന്താണ്? വാക്വം സിസ്റ്റം ആണ്. രണ്ടാമത്തത് എന്താണ്? വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം ആണ്. മനസ്സിലായോ? നമ്മളൊരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം പഠിക്കുമ്പോ ആ ഗ്യാസ് സിസ്റ്റത്തിന് പ്രധാനമായിട്ടും രണ്ട് കമ്പോണൻസ് ഉണ്ട്. രണ്ട് കമ്പോണന്റ് വെച്ച് രണ്ട് സിസ്റ്റങ്ങൾ ചേർന്നതാണ് എന്ത്? നമ്മുടെ ടോട്ടൽ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഏതൊക്കെയാണത്? ഒന്നാമത്തത് വാക്വം സിസ്റ്റം. ഓക്കെ. രണ്ടാമത്തത് എന്താണ്? വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം. ഓക്കെ. അപ്പൊ എന്താണ് ഈ വാക്വം സിസ്റ്റം? വാക്വം സിസ്റ്റത്തെ പറ്റി അത് വിശദീകരിക്കുന്നൊന്നുമില്ല, പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കാം. വാക്വം സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കൺട്രോൾഡ് വാക്വം എന്ന് വെച്ചാൽ ശരിക്കും വായു എന്നുള്ള അർത്ഥമാണ് ഇവിടെ. അപ്പൊ വളരെ കൺട്രോൾഡ് വാക്വം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ നെഗറ്റീവ് പ്രഷർ എന്നൊക്കെ നമുക്ക് പറയാം. ഈ നെഗറ്റീവ് പ്രഷർ പല മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ, പല മെഡിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്, പല മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ നിയന്ത്രിതമായിട്ടുള്ള വാക്വം നൽകുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം പൈപ്പുകളുടെ ഉപകരണങ്ങളുടെ ഒക്കെ ഒരു എന്താ പറയുക ശ്രേണി അല്ലെങ്കിൽ ഒരു ശൃംഖല, ഒരു സംവിധാനം എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് എന്ത്? വാക്വം സിസ്റ്റം. മനസ്സിലായി? വാക്വം സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പൈപ്പുകളും അതുപോലെ തന്നെ ഉപകരണങ്ങളൊക്കെ അതിന്റെയൊക്കെ ഒരു ശൃംഖലയാണ് വാക്വം സിസ്റ്റം. അവിടെ എന്താണ് ഈ പറയുന്ന മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട്, മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കൺട്രോൾഡ് വാക്വം നിയന്ത്രിതമായിട്ട് ഈ വാക്വം നമ്മൾ നൽകുന്നതിന് വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുള്ള, അതിനുവേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പൈപ്പുകളുടെയും ഉപകരണങ്ങളുടെയും ഒരു ശൃംഖല അല്ലെങ്കിൽ ശ്രേണിയെയാണ് നമ്മൾ വാക്വം സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അടുത്തതാണ് എന്ത്? വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ മെഡിക്കൽ പ്രൊസീജിയറുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് വരുന്ന വേസ്റ്റുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസുകൾ ഉണ്ടായിരിക്കും. ആ ഗ്യാസുകളെ അപ്പൊ തന്നെ പിടിച്ചെടുത്തിട്ട് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാണ്? സംസ്കരിച്ചു കളയാണ്, നശിപ്പിച്ചു കളയാണ്. ഓക്കെ. അതിനു വേണ്ടിയിട്ട് എന്താ പറയാ സജ്ജമാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനു വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പൈപ്പുകളും ഉപകരണങ്ങളൊക്കെ അടങ്ങിയതാണിത് നമ്മുടെ വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായി? അതായത് ഈ പറയുന്ന മെഡിക്കൽ പ്രൊസീജിയറുകൾ കഴിയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറെ വേസ്റ്റുകൾ വരും. ഗ്യാസ് ആയാലും വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസുകൾ വരും. അപ്പൊ ആ ഗ്യാസുകൾ അപ്പൊ തന്നെ പിടിച്ചെടുത്ത് അവിടെ വെച്ച് തന്നെ സംസ്കരിച്ച് കളയണം. കാര്യം എന്താണ്? ഇങ്ങനെയുള്ള ഗ്യാസിന് നമ്മൾ ഒരു കാരണവശാലും എങ്ങോട്ടേക്ക് വിടാൻ പാടില്ല, നമ്മുടെ പരിസ്ഥിതിയിലോട്ട്, നമ്മുടെ എൻവയോൺമെന്റിലോട്ട് വിടാൻ പാടില്ല. കാരണം ഇതിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഹസാർഡ്സ് വരും, ഒരുപാട് മലിനപ്പെടും, നമ്മുടെ എയർ മലിനപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിക്ക് വളരെ അധികം ഹാനികരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? വരുന്ന വേസ്റ്റിനെ അപ്പൊ തന്നെ പിടിച്ചെടുത്ത് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാണ്? ഡിസ്പോസ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെ സംസ്കരിച്ച് കളയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പൈപ്പുകളുടെ ഉപകരണങ്ങളുടെ സംവിധാനമാണ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം, അഥവാ അതിന് വേറൊരു പേര് കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, അനസ്തെറ്റിക് ഗ്യാസ് സ്കാവെഞ്ചിങ് സിസ്റ്റം. എന്താണ് സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാല് ശുദ്ധിയാക്കുക, അല്ലെങ്കിൽ വൃത്തിയാക്കുക, സംസ്കരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ അങ്ങനെയും പേര് പറയുന്നുണ്ട്, അനസ്തെറ്റിക് ഗ്യാസ് സ്കാവെഞ്ചിങ് സിസ്റ്റം അഥവാ വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം. ഈ രണ്ട് സിസ്റ്റങ്ങൾ അടങ്ങുന്നതാണ് ഇത് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ?
അങ്ങനെയാണെങ്കിൽ ആ ഒരു മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽസ് നിങ്ങൾ 1 മിനിറ്റ് എടുത്തൊന്ന് വായിച്ചു നോക്കി. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ളതൊന്ന് വായിച്ചു നോക്കി. നിങ്ങൾ ക്ലിയർ ആയോ നോക്കി. ചാപ്റ്റർ 34 കേട്ടോ, 34 ചാപ്റ്റർ ഒന്ന് വായിക്കാം കേട്ടോ. മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, ആ ഒരു ഇതൊന്ന് ജസ്റ്റ് വായിക്കാം. വായിച്ചോ നിങ്ങള്? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ. ഹർഷ, അർദ, വിഷ്ണ, ജിസ്നിയ, ഓക്കെ. ശരിയാണ്. ജിസ്ന ഇല്ലേ ക്ലാസ്സില്? ഓക്കെ. ജിസ്ന ലീവ് ആണോ ഇന്നത്തെ ക്ലാസ്സില്? ലീവ് ആണല്ലേ? ഓക്കെ. ശരി. ജിസ്നയുടെ മെസ്സേജ് ഇപ്പോഴും കാണാറുണ്ട്. ക്ലിയർ ആയില്ല? ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. ഓക്കെ. ക്ലിയർ ചെയ്ത് പോവാന്ന് ഓർത്തിട്ടാട്ടോ. കാര്യം ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്ലൈഡിൽ പറയുന്നത് കേട്ടോ. അടുത്തതാണ് ടൈപ്സ് ഓഫ് മെഡിക്കൽ. ഇപ്പൊ നമ്മൾ ഇതുവരെ എന്താ പഠിച്ചത്? മെഡിക്കൽ ഗ്യാസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിന്നെന്താ നമ്മൾ പഠിച്ചത്? പിന്നെന്താ പഠിച്ചേ? അതായത് മെഡിക്കൽ ഗ്യാസുകൾ ഹോസ്പിറ്റലിൽ എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഏരിയകളിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഒരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 പ്രധാന സിസ്റ്റങ്ങൾ ചേർന്നതാണ്. ഒന്ന് വാക്വം സിസ്റ്റം ഉണ്ട്, മറ്റൊന്ന് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ്. നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ മെഡിക്കൽ ഗ്യാസുകളാണ് പ്രധാനമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്? നമുക്കൊരു 7 എണ്ണത്തോളം പഠിക്കാനുണ്ട് കേട്ടോ. 7 എണ്ണം പഠിക്കാനുണ്ട് കേട്ടോ. ആ 7 എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ മെഡിക്കൽ ഗ്യാസും എന്താണ്, എവിടെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ക്ലിയർ? ഓക്കെ. ആദ്യത്തെ നാളെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? മെഡിക്കൽ എയർ ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ആരാണ്? മെഡിക്കൽ എയർ. ഓക്കെ. എന്താണ് മെഡിക്കൽ എയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെഡിക്കൽ എയർ മീൻസ് എ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ. ആ കംപ്രസ്ഡ് എയർ എന്നുള്ളത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. കംപ്രസ്ഡ് എയർ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മെഡിക്കൽ എയർ മീൻസ് എ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ used in hospitals and health care facilities to distribute medical gas. അത്രയും ഭാഗം നിങ്ങൾ ഒന്ന് ബ്രാക്കറ്റ് ഇട്ട് വെച്ചോളൂ. എന്താണ് മെഡിക്കൽ എയർ എന്നാണ് അവരോട് പറഞ്ഞത്. എന്താണ് മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാല്? ഇതെന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് എയർ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തിനകത്ത് മെഡിക്കൽ ഗ്യാസുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കംപ്രസ്ഡ് എയർ ആണ് കേട്ടോ. കംപ്രസ്ഡ് എയറിനെയാണ് നമ്മൾ മെഡിക്കൽ എയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? മെഡിക്കൽ എയർ എന്നത് മനസ്സിലായല്ലോ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്കകത്ത് മെഡിക്കൽ ഗ്യാസുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കംപ്രസ്ഡ് എയറിനെയാണ് മെഡിക്കൽ എയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? കംപ്രസ് ചെയ്യാന്ന് പറയുന്നത് നമ്മളിത് മാക്സിമം എന്ത് ചെയ്യണം? ചുരുക്കണ പോലെ അമർത്താണ് അല്ലെ. അതായത് സാധാരണ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്, അതിനേക്കാളും ഉയർന്ന അത് തന്നെ പ്രഷറാണ് അത് തന്നെ. ഓക്കെ. അതായത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മുടെ സാധാരണ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടല്ലോ, അതിനേക്കാളും ഉയർന്ന പ്രഷറിൽ, അതിനേക്കാളും ഉയർന്ന മർദ്ദത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? വായുവിനെ കംപ്രസ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് വായുവിന്റെ അളവ് കുറയും. ഓക്കെ. വായുവിന്റെ അളവ് കുറയും. അത് മാത്രമല്ല ആ വായുവിനകത്ത് പ്രത്യേകിച്ച് എന്താ പറയാ മാലിന്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പാർട്ടിക്കിൾസോ അതൊന്നും ഉണ്ടായിരിക്കില്ല. മനസ്സിലായോ? നമ്മൾ എയർ കംപ്രസ് ചെയ്യുമ്പോൾ വായുവിന്റെ അളവിന് അത് കുറയ്ക്കും. പക്ഷെ അളവിന് കുറയ്ക്കുന്നത് മാത്രമല്ല, വേറൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് നമുക്ക് വളരെ കാര്യക്ഷമമായിട്ട് ആ ഒരു എന്താ പറയുക കംപ്രസ്ഡ് എയർ നമുക്ക് സ്റ്റോർ ചെയ്യാനും അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമുക്ക് നല്ല രീതിയിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സ്റ്റോർ ചെയ്യാൻ മാത്രമല്ല, നമുക്ക് എവിടെയെങ്കിലും അത് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ മറ്റെവിടെയെങ്കിലും നമ്മളത് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിലും അത് വളരെ എളുപ്പമായിരിക്കും അങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ.
പിന്നെ കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത് ശരിക്കും ഒരു 99.5% എന്താണ് വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ ആണ്. എന്നുവെച്ചാൽ അതിനകത്ത് മറ്റുള്ള എന്തെങ്കിലും മാലിന്യങ്ങളോ കണ്ടാമിനൻസോ ഒന്നും ഉണ്ടായിരിക്കില്ല. മാലിന്യങ്ങൾ ഉണ്ടാവില്ല, മറ്റുള്ള വല്ല പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കില്ല, അതിൽ ഓയിൽ കണ്ടന്റ് ഉണ്ടായിരിക്കില്ല, ഓക്കെ, മറ്റെന്തെങ്കിലും മണോ അതൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ അത്രയും പ്യൂരിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ വെള്ളം വരുമ്പോ വെള്ളം നമ്മൾ വാട്ടർ പ്യൂരിഫയറിൽ പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കില്ലേ, അതുപോലെ നമ്മൾ എയറിനെ എന്ത് ചെയ്യണം, കംപ്രസ് ചെയ്യുന്നതിലൂടെ അതിനകത്ത് അതിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യാണ്. ഓക്കെ, അതാണ് എന്ത് മെഡിക്കൽ എയർ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് വായിക്കാം. ഇത് നമ്മൾ വായിച്ചല്ലോ. രണ്ടാമത്തെ പോയിന്റ് വായിക്കാം കേട്ടോ. ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ്. അതായത് ഒരു കംപ്രസ്ഡ് എയറിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ്. അതിനകത്ത് മാലിന്യങ്ങൾ ഉണ്ടായിരിക്കില്ല, മറ്റുള്ള പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കില്ല. ഇറ്റ് ഹാസ് നോ ഓയിൽ ഓർ ഓഡേഴ്സ്. പ്രത്യേകിച്ച് ഓയിൽ കണ്ടിട്ടോ, ഓർഡർ എന്ന് വെച്ചാൽ എന്താ, മണമാണ് അല്ലെ, പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ആൻഡ് ഇസ് ഡ്രൈ, ടു ബ്ലോക്ക് വാട്ടർ ബിൽഡപ്പ് ഇൻ ദ ഫെസിലിറ്റീസ് പൈപ്പ് ലൈൻ. അത് മാത്രമല്ല, കംപ്രസ്ഡ് എയർ എങ്ങനെയായിരിക്കും? ഡ്രൈ ആയിരിക്കും. ഓക്കെ, ഡ്രൈ ആക്കാന്ന് വെച്ചാൽ ഡ്രൈ ആക്കിയിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ നമ്മൾ കടത്തിവിടുള്ളൂ. കാരണം എന്താണെന്നറിയാമോ, കംപ്രസ്ഡ് എയറിനകത്ത് എന്തുണ്ടായിരിക്കും? വാട്ടർ വേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, വാട്ടർ വേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഡ്രൈ ചെയ്യാതെ നേരിട്ട് പൈപ്പ് ലൈൻ സിസ്റ്റത്തിലേക്ക് കടത്തിവിടാന്ന് വെച്ചായിരിക്കും. അങ്ങനെ വിടുമ്പോൾ ഈ വാട്ടർ വേപ്പേഴ്സ് ചിലപ്പോൾ എന്ത് ചെയ്യപ്പെടും, കണ്ടൻസ് ചെയ്തിട്ട് ചിലപ്പോൾ വെള്ളത്തുള്ളികളായിട്ട് മാറും. ഇനിയിപ്പോ നല്ല ടെമ്പറേച്ചർ താഴ്ന്നിരിക്കുന്ന സമയമാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഐസ് കട്ട പോലെയൊക്കെ ഫോം ചെയ്യും. ഓക്കെ, ഐസ് ക്യൂബ്സ് പോലെയൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ എന്തുണ്ടാവും, ഒരു തടസ്സം ഉണ്ടാക്കും, ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കും. മനസ്സിലായോ? അത് മാത്രമല്ല, ആ പൈപ്പ് ലൈനിന് എന്ത് സംഭവിക്കുകയാണ്, ചിലപ്പോൾ വല്ല കേടുപാടുകൾ വരിക, മറ്റേതെങ്കിലും മെയിൻ്റെനൻസ് ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. മീൻസ് ഒരു മോയ്സ്ചർ ഒക്കെ ആകുന്ന സമയത്ത്, മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ മെറ്റൽ പൈപ്പുകളാണ് അല്ലെ, അപ്പൊ അത് ഈ പറയുന്ന പോലെ കൊറോസീവ് ആവാം, അല്ലെങ്കിൽ അതിൽ വല്ല മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കംപ്രസ്ഡ് എയർ എപ്പോഴും ഡ്രൈ ചെയ്തിട്ടേ നമ്മൾ ഇതിലൂടെ കടത്തിവിടുള്ളൂ, പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ കടത്തിവിടുള്ളൂ. അതുകൊണ്ട് അത് എപ്പോഴും ഡ്രൈ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നാം എങ്ങനെ ഇത് ഡ്രൈ ആക്കണം. അപ്പൊ ഡ്രൈ ആക്കാൻ പല സംവിധാനങ്ങളൊക്കെ ഉണ്ട്, എക്യുപ്മെന്റ്സിന് പല സംവിധാനം. അതൊന്നും നമ്മൾ അറിയണ്ട. നമ്മൾ മനസ്സിലാക്കുക, കംപ്രസ്ഡ് എയർ എപ്പോഴും എന്തായിരിക്കും, ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ്. പ്രത്യേകിച്ച് ഓയിൽ കണ്ടന്റ് ഉണ്ടായിരിക്കില്ല, ഓർഡർ ഉണ്ടായിരിക്കില്ല, മണം ഉണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, അത് ഡ്രൈ ആയിരിക്കും. കാര്യം എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബ്ലോക്ക് ദ വാട്ടർ ബിൽഡപ്പ് ഇൻ ദ ഫെസിലിറ്റീസ് പൈപ്പ് ലൈൻ അല്ലെ. ഫെസിലിറ്റീസ് പൈപ്പ് ലൈനിൽ ഈ വാട്ടർ ബിൽഡപ്പ് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഡ്രൈ ആക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ? ഓക്കെ. When the patient is in the operating room, whether it's an emergency or not, a surgeon depends on a medical air compressor to keep the patient comfortable and breathing. എന്താണ് പറയുന്നത്? ഒരു പേഷ്യന്റ് ഓപ്പറേറ്റിംഗ് റൂമിലായിരിക്കുന്ന സമയത്ത്, ഒരു ഓപ്പറേറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റ്, അയാളുടെ കണ്ടീഷൻ എമർജൻസി ആണെങ്കിലും അല്ലെങ്കിലും ഓക്കെ, എങ്ങനെയാണെങ്കിലും സർജൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? സർജൻ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ എയർ കംപ്രസർ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ടു കീപ് ദ പേഷ്യന്റ് കംഫർട്ടബിൾ ആൻഡ് ബ്രീത്തിങ്. അതായത് പേഷ്യന്റിന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട്, അവർക്ക് നല്ല രീതിയിൽ ശ്വസിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്, ഓപ്പറേറ്റിംഗ് റൂമിലായിരിക്കുന്ന പേഷ്യന്റിന് വേണ്ടിയിട്ട് അല്ല, അവരുടെ കംഫർട്ടിന് വേണ്ടിയിട്ട്, അവർക്ക് നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെഡിക്കൽ എയർ കംപ്രസർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എമർജൻസി ആണോ അല്ലയോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല കേട്ടോ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത്രയാണ് മെഡിക്കൽ എയർ. അപ്പൊ മെഡിക്കൽ എയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് കംപ്രസ്ഡ് എയർ ആണ്. കംപ്രസ്ഡ് എയർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. സാധാരണ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ ഉയർന്ന പ്രഷറിൽ കംപ്രസ് ചെയ്തിട്ടുള്ള വായുവാണ്. അങ്ങനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് അത് എന്താണ്, ഈസി ടു മീൻസ് സ്റ്റോർ ചെയ്യാനായിട്ട്, വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും നമുക്ക്. പിന്നെ അത് മാത്രമല്ല, കംപ്രസ്ഡ് എയർ വളരെ എന്താ, ഫ്രീ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. മറ്റു മാലിന്യങ്ങളോ പാർട്ടിക്കിൾസോ ഓയിൽ കണ്ടന്റോ ഓഡേഴ്സോ ഒന്നും ഉണ്ടായിരിക്കില്ല. അത് വളരെ ഡ്രൈ ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. കാര്യം വാട്ടർ ബിൽഡപ്പ് പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ വാട്ടർ ബിൽഡപ്പ് അല്ലെങ്കിൽ വാട്ടർ ബ്ലോക്കേജ് വരാതിരിക്കുന്നതിന് വേണ്ടത് ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ കടത്തിവിടുന്നത്. പിന്നെ സാധാരണ ഒരു ഓപ്പറേറ്റിംഗ് റൂമിലായിരിക്കുന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ എമർജൻസി ആണെങ്കിലും അല്ലെങ്കിലും മെഡിക്കൽ സർജൻ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെഡിക്കൽ എയർ കംപ്രസർ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ രോഗിയുടെ കംഫർട്ടിനും അവർക്ക് നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് മെഡിക്കൽ എയർ പ്രയോജനപ്പെടുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെയാണ്?
മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഇതിലോട്ട് പോവാട്ടോ. അടുത്ത എന്താണ്? ഓക്സിജൻ. ഓക്സിജനെ കുറിച്ച് ഞാനിനി പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാര്യം എന്താണ് നമുക്കറിയാം അല്ലെ, നമ്മുടെ ശ്വസന വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാതകമാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. ഓക്സിജൻ എ മെഡിക്കൽ ഗ്യാസ് റിക്വയർഡ് ഇൻ എവരി ഹെൽത്ത് കെയർ സെറ്റിംഗ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ റീസസിറ്റേഷൻ ആൻഡ് ഇൻഹേലേഷൻ തെറാപ്പി. അല്ലെ, എന്തിനാ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആ ഒരു സെന്റൻസ് ഫുള്ളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ റീസസിറ്റേഷൻ അല്ലെ, റീസസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുജ്ജീവനം അല്ലെ, നമ്മുടെ ലൈഫ് സപ്പോർട്ടിന് കൊടുക്കുന്ന വാതകമാണ് അല്ലെ, നമ്മുടെ പുനരുജ്ജീവനത്തിന്, നമ്മുടെ റീബർത്തിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു വാതകമാണ് അല്ലെ. പിന്നെന്താണ്? ഇൻഹേലേഷൻ തെറാപ്പി. ഇങ്ങനെയുള്ള മെഡിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് എല്ലാ ആശുപത്രി ക്രമീകരണങ്ങളിലും ഉപയോഗപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് ഇതെന്ന് പറയുന്നത് ഓക്സിജൻ. ഓഫ് കോഴ്സ് നമുക്കറിയാവുന്നതാണ് അല്ലെ ഓക്സിജനെ പറ്റി. പിന്നെ എന്താണ്? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഡിക്കൽ കണ്ടീഷൻസ് ലൈക്ക് COPD, സയാനോസിസ്, ഷോക്ക്, സിവിയർ ഹെമറേജ്, കാർബൺ മോണോക്സൈഡ് പോയ്സണിംഗ്, ട്രോമ, cardiovascular and respiratory arrest, resuscitation and life support. അതായത് നമ്മൾ ഓക്സിജൻ വാതകങ്ങൾ ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ ഓർത്തു വെക്കണം. കാര്യം നമ്മൾ ഓരോ ഗ്യാസ് പഠിക്കുമ്പോഴും ആ ഗ്യാസ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, എന്തിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അതാണ്. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ നോക്കുക, എങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷൻസിലൊക്കെയാണ് നമ്മൾ ഓക്സിജൻ ഉപയോഗിക്കുന്നത്. ഒന്ന് COPD നമ്മൾ ഇത്രയും നാളുകളായിട്ട് പറഞ്ഞു പോകുന്നത് അല്ലെ. എന്താണ് COPD എന്ന് പറഞ്ഞാല്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ്. അത് തന്നെ, കൊറോണറി അല്ല കേട്ടോ, ക്രോണിക് ആണ് കേട്ടോ. സുനി, ക്രോണിക് ആണ് കേട്ടോ. ക്രോണിക് അതെ, ക്രോണിക് എന്താണ്? COPD അല്ലെ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അല്ലെ, ശ്വാസകോശത്തിന് വരുന്ന അസുഖമാണ്, വിട്ടുമാറാത്ത ശ്വാസകോശ രോഗമാണ് അല്ലെ. നമ്മുടെ ഈ പറയുന്ന ശ്വാസകോശത്തിലേക്കുള്ള എന്താ പറയുക, ബ്രോങ്കിയോൾസ് അല്ലെ, ശ്വസന നാളികളും അതിനൊക്കെ എന്ത് സംഭവിക്കാണ്? ഇൻഫ്ലമേഷൻ സംഭവിക്കുകയാണ്, വീക്കം സംഭവിക്കുകയാണ്. അത് പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ മ്യൂക്കസ് അല്ലെ, കഫം കെട്ടി നിന്നിട്ടായിരിക്കാം ഈ പറയുന്ന ശ്വസന നാളി, ശ്വാസകോശത്തിലേക്ക് പോകുന്ന ഈ പറയുന്ന ശ്വസന നാളികകള് അതൊക്കെ എന്താവാണ്? ഇൻഫ്ലമേറ്റ് ചെയ്യാണ്, വീക്കം വരികയാണ്. അപ്പൊ ആ നാളികകൾക്കൊക്കെ എന്ത് സംഭവിക്കുന്നത്? നാരോ ആവാൻ തുടങ്ങും അല്ലെ. നാരോ ആവുമ്പോ എന്ത് സംഭവിക്കും? നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ വായു നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി നമുക്ക് വരും അല്ലെ. എന്നാൽ ശരിയായ രീതിയിൽ നമുക്ക് ശ്വാസം വലിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരും അല്ലെ. അപ്പൊ അതിനെയാണ് COPD എന്ന് പറയുന്നത്. ഓക്കെ, COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങളാണ്. അതുമൂലം നമുക്ക് എന്ത് ലഭിക്കില്ല? നല്ല ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും. അത്തരം സിറ്റുവേഷനിൽ അപ്പൊ നമ്മുടെ ബ്ലഡിൽ ഓക്സിജന്റെ ലെവൽ കുറയും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ലൈഫ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഓക്സിജൻ ഗ്യാസ് അല്ലെങ്കിൽ ഓക്സിജൻ തെറാപ്പി നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ ഒന്ന് COPD. പിന്നെ രണ്ടാമത്തെ എന്താണ്? സയാനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സിവിയർ ആയിട്ട് COPD വരുമ്പോഴത്തെ ഒരു ഇഫക്റ്റ് ആണ് സയാനോസിസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ അഭാവം മൂലം വരുന്നതാണ്. ഓക്സിജൻ അഭാവം മൂലം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഓക്സിജൻ സപ്ലൈ കുറയുന്നത് മൂലം. ലാക്ക് ഓഫ് ഫുഡ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ലാക്ക് ഓഫ് ഫുഡ്, ഓക്സിജന്റെ അഭാവം മൂലം അല്ലെ. അതന്നെ, കറക്റ്റ് ആണ്. ബ്ലൂയിസ് ഡിസ്കളറേഷൻ, അതാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. അതായത് ഓക്സിജൻ അഭാവം മൂലം അല്ലെങ്കിൽ ഓക്സിജൻ വേണ്ടത്ര രീതിയിൽ നമ്മുടെ ബോഡിയിൽ സപ്ലൈ ചെയ്യാതെ വരുമ്പോ നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ ലിപ്പ് അല്ലെ, നമ്മുടെ ചുണ്ട്, നമ്മുടെ വിരലുകൾ, നമ്മുടെ സ്കിന്നില് ഒരു നീല നിറത്തിലുള്ള കളർ വ്യത്യാസം, കളർ ചേഞ്ച് അനുഭവപ്പെടും. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഓക്സിജൻ ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ അങ്ങനെ ആവും. നമ്മുടെ സ്കിന്നിന് ഒരു നീല നിറത്തിലുള്ള ഒരു കളർ ചേഞ്ച് വരികയാണ്. ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ സയാനോസിസ് എന്ന് പറയുന്നത് കേട്ടോ. സയാനോസിസ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ദ ഡിസ്കളറേഷൻ ആണ് കേട്ടോ, ഒരു ബ്ലൂയിഷ് ഡിസ്കളറേഷൻ, ബ്ലൂ കളർ നീല നിറത്തിലാവാണ് കേട്ടോ. ആ ഒരു അവസ്ഥയാണ് സയാനോസിസ് എന്ന് പറയുന്നത്. കാര്യം ഓക്സിജൻ അഭാവം മൂലമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ഓക്സിജൻ സപ്ലൈ ചെയ്തതായിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ ഷോക്ക് അല്ലെ. ഷോക്ക് വരുമ്പോ നമുക്കിപ്പോ വൈദ്യുതാഘാത എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടും അല്ലെ. എന്ന് വെച്ചാൽ ബ്ലഡിന്റെ ഫ്ലോ കുറയും, ബ്ലഡ് അങ്ങോട്ട് കട്ടിയാവാൻ തുടങ്ങും അല്ലെ. കട്ട പിടിക്കില്ല,
കട്ടി കൂടാൻ തുടങ്ങും. കട്ടി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലോ നന്നായിട്ട് നടക്കുമോ? ഫ്ലോ നന്നായിട്ട് നടക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ബ്ലഡിന്റെ ഫംഗ്ഷൻ എന്താ? ഓക്സിജൻ സംഭരണല്ലേ നമ്മുടെ ബോഡിക്കകത്ത്. അപ്പൊ ബ്ലഡ് നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാണ്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡി ടിഷ്യൂസിന് വേണ്ടത്ര ഓക്സിജൻ ലഭിക്കില്ല, നമ്മള് മരിച്ചു പോകും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്താവശ്യമായിട്ട് വരും? ഓക്സിജൻ തെറാപ്പി ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഷോക്കൊക്കെ എന്താ പറയാ ഏറ്റു കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ അമർത്തിയത് തിരുമുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ആ തിരുമുമ്പ് എന്താണ്? ആ ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറയും, കട്ടി കുറയും. കട്ടി കുറയുമ്പോൾ ബ്ലഡ് ലൂസായിട്ട് നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫ്ലോ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിനകത്ത് ഓക്സിജൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഷോക്ക് വരുമ്പോൾ ബ്ലഡിന് കട്ടി കൂടിപ്പോവും. കട്ടി കൂടിപ്പോകുമ്പോൾ ഫ്ലോ കുറയും. ഫ്ലോ കുറയുമ്പോൾ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ കുറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഡെത്ത് വരെ സംഭവിക്കാം. അത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഓക്സിജൻ നമ്മുടെ സപ്ലൈ ചെയ്യുന്നതായിട്ട് വരും. മനസ്സിലായല്ലോ? പിന്നെ എന്താണ്? സിവിയർ ഹെമറേജ്. ഹെമറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന നമ്മുടെ ബ്ലഡ് വെസൽസ്, അത് തന്നെ രക്തസ്രാവം, കറക്റ്റ് ആണ് കേട്ടാ. അങ്ങനെ പറയുന്നത് ബ്ലീഡിങ് കറക്റ്റ് ആണ് കേട്ടാ. അതായത് സിവിയർ ഹെമറേജ് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസ് പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ്. ഡാമേജ് ആയിട്ട് അത് പൊട്ടിപ്പോവാണ്. അങ്ങനെ പൊട്ടിപ്പോകുന്ന സമയത്ത് എന്തുണ്ടാവും? ധാരാളം ബ്ലഡ് ലോസ് ആവും അല്ലെ? ബ്ലഡ് ലോസ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡ് ലോസ് വരുമ്പോൾ ബ്ലഡിന്റെ ഫംഗ്ഷൻ തന്നെ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതിൽ വ്യതിയാനങ്ങൾ വരും. അപ്പൊ നമുക്ക് അവിടെ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതായിട്ട് വരും. ഓക്കെ. പിന്നെ വരുന്നത് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. കാർബൺ മോണോക്സൈഡ് CO ആണ് കേട്ടോ. കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. കാർബൺ മോണോക്സൈഡിന്റെ ഒരു പ്രത്യേകതയുണ്ട് ആ വാതകത്തിന്. എന്താണെന്നറിയാമോ? നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, ആ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് നമ്മുടെ ഓക്സിജനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഒരു കാര്യം അത് ചെയ്യും. കാർബൺ മോണോക്സൈഡ് ചെയ്യും. മനസ്സിലായോ? കാർബൺ മോണോക്സൈഡ് നമ്മുടെ ബ്ലഡിനകത്തുള്ള ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, ആ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്തിനെ ഡിസ്പ്ലേസ് ചെയ്യും? ഓക്സിജനെ ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ. അപ്പൊ എന്ത് സംഭവിക്കും? ഓക്സിജൻ കുറയും ശരീരത്തില്. ഓക്കെ. അപ്പൊ ആ സിറ്റുവേഷനിൽ നമുക്ക് ഓക്സിജൻ ഓക്കെ അതെന്താ ഇവിടെ സ്മോൾ എമൗണ്ട് ക്യാൻ ലീഡ് ടു ഡെത്ത്. അതെ, ചെറിയൊരു എമൗണ്ട് ആയിക്കഴിഞ്ഞാലും അത് ഡെത്തിൽ കലാശിക്കും അല്ലെ? അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് അവിടെ ഓക്സിജൻ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ എന്താണ്? ട്രോമ. ട്രോമ എന്ന് പറഞ്ഞിട്ട് അറിയാലോ, നമുക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക്, ആഘാതം അല്ലെ, ഇഞ്ചുറി മൂലമൊക്കെ വരുന്നതാവും. അപ്പോഴും നമുക്ക് സിവിയർ ആയിട്ട് ബ്ലഡ് ലോസ് ഉണ്ടാവും. അപ്പൊ ബ്ലഡ് ലോസ് വന്നു കഴിയുമ്പോഴും നമുക്ക് ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ കുറയും, ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ കുറയും. അപ്പോഴും നമുക്ക് ഓക്സിജൻ ഗ്യാസ് അവിടെ സപ്ലൈ ചെയ്യുന്നതായിട്ട് വരും. പിന്നെ എന്താണ് പറയുന്നത്? കാർഡിയോ വാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്. അതായത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുക അല്ലെ, അടുത്തത് ഹാർട്ട് അറ്റാക്ക് വരിക. പമ്പിങ് ഓർഗൻ ആണല്ലോ ഹാർട്ട് എന്ന് പറയുന്നത്. പമ്പിങ് ഓർഗൻ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ പമ്പിങ് നടക്കൂല, അപ്പൊ ബ്ലഡ് ഫ്ലോ ചെയ്യില്ല, ഓക്സിജൻ കിട്ടില്ല, മരണം സംഭവിക്കും. അതുപോലെ തന്നെ റെസ്പിറേറ്ററി അറസ്റ്റ് അല്ലെ, നമുക്ക് ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ കോവിഡ് ഒക്കെ വരുമ്പോൾ എപ്പോഴും പറയില്ല ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള നമ്മൾ നോക്കാറുണ്ട് അല്ലെ. ഓക്കെ. പിന്നെ എന്താണ്? അപ്പൊ അത്തരം മെഡിക്കൽ കണ്ടീഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞ റീസസിറ്റേഷൻ ആൻഡ് ലൈഫ് സപ്പോർട്ട് അല്ലെ, നമ്മുടെ പുനരുജ്ജീവനത്തിനും ലൈഫ് സപ്പോർട്ടിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാതകമാണ് ഓക്സിജൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ ആദ്യത്തെ മെഡിക്കൽ എയർ നമ്മൾ കണ്ടു, ഇത് കംപ്രസ്ഡ് എയർ ആണ്. രണ്ടാമത്തെ ഓക്സിജൻ. ഇനി മൂന്നാമത്തെ ആളാണ് അത് കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ, CO2. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അയ്യോ കാർബൺ ഡൈ ഓക്സൈഡ് പൊതുവെ എന്താണ്? നമുക്ക് അത്ര ശരീരത്തിന് ഹാനികരമാകുന്ന ഒരു വാതകമാണല്ലോ അല്ലെ. നമ്മൾ എപ്പോഴും ശ്വസനമായിട്ട് ചിന്തിക്കുമ്പോഴാണ് അത് ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് അതിനെ ശ്വസിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വാതകം നമ്മൾ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എവിടെയാണെന്നാണ് ഇനി നമ്മൾ വായിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവും. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് യൂസ്ഡ് ഫോർ ഇൻസുഫ്ലേറ്റിംഗ്. ഇതാണ് ഇൻസുഫ്ലേറ്റിംഗ് കേട്ടോ. ഇൻസുഫ്ലേറ്റിംഗ് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ. ഇൻസുഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ഫോർ ലെസ് ഇൻവസീവ് സർജറീസ് ലൈക്ക് പാരോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ആൻഡ് ക്രയോതെറാപ്പി ആസ് വെൽ ആസ് ഫോർ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ. എവിടെയാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത് അറിയാമോ? എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഇൻസുഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്. അതെ, ഇൻസുഫ്ലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഇൻസുഫ്ലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഊതി വീർപ്പിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ഊതി വീർപ്പിക്കുക, ഇൻഫ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല്
ലെസ് ഇൻവെസീവ് ആയിട്ടുള്ള സർജറി. ലെസ് ഇൻവെസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ മുറിവൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയ ഇൻസിഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില സർജറികൾ, ഇപ്പൊ ഈ എന്താ പറയാ ലാപ്രോസ്കോപ്പി പോലെയുള്ളത്, താക്കോൽദ്വാര ശസ്ത്രക്രിയ, നല്ല രീതിയിൽ മുറിച്ചിട്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്, ചെറിയൊരു ഇൻസിഷൻ അല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, ഏതാനും സെന്റിമീറ്റർ വലുപ്പമുള്ള ഇൻസിഷൻ. അതന്നെ ലാപ്രോസ്കോപ്പിക്കാണ് നല്ല എക്സാമ്പിൾ ആണത്. അപ്പൊ ആ ഒരു ചെറിയൊരു മുറിവൊക്കെ ഉണ്ടാക്കി നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് നമ്മള് ആ ഒരു എക്സാമ്പിൾ പറയണേ, ഇപ്പൊ നമ്മള് അബ്ഡോമിനൽ ഭാഗത്ത് നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാന്ന് വിചാരിക്കും. അവനിക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, അവനക്ക് അറിയാൻ പറ്റും കേട്ടാ. അപ്പൊ എന്താണ്, നമ്മുടെ അബ്ഡോമിൻ ഉണ്ടല്ലോ, അബ്ഡോമിന്റെ ഭാഗത്ത് നമ്മൾ ഒരു ചെറിയ ലാപ്രോസ്കോപ്പിക് സർജറി, താക്കോൽദ്വാര ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് ഓക്കെ, അവന് ചെയ്ത് PCOD ട്രീറ്റ്മെന്റ്, PCODയുടെ ട്രീറ്റ്മെന്റ് പ്രശ്നമുണ്ട് അല്ലെ? അപ്പോ അത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആ ഉൾഭാഗം അബ്ഡോമിനൽ കാവിറ്റി ഉണ്ടല്ലോ, ആ കാവിറ്റിനെ നമുക്കൊന്ന് എൻലാർജ് ചെയ്ത് കാണാനായിട്ട്, നമുക്കൊന്ന് എന്താ പറയാ, ഒന്നുകൂടെ നല്ല രീതിയിൽ വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ ഇൻഫ്ലേറ്റ് ചെയ്യണം, ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോഴാണ് സർജൻസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ഉൾഭാഗം അവർക്ക് നല്ല, കാരണം വലിയ മുറിവൊന്നും ഉണ്ടാക്കിയിട്ടല്ല ഈ സർജറി ചെയ്യുന്നത്, ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ സർജറി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഉൾഭാഗം നമുക്ക്, ഉൾഭാഗത്തുള്ള അവയവങ്ങളും എല്ലാം നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ എല്ലാം ചെയ്ത രീതിയിൽ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യണം അല്ലെ? അതിന് വേണ്ടിയിട്ട് അവിടെ അതിന്റെ അകഭാഗം, നമുക്ക് ഉൾഭാഗം നമ്മൾ ഊതിങ്ങനെ വീർപ്പിക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഉൾഭാഗമൊക്കെ ഒന്ന് കുറച്ചും കൂടെ നല്ല രീതിയിൽ വിസിബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഊതി വീർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇൻഫ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാതകമാണ് ഇത് കാർബൺ ഡയോക്സൈഡ്. മനസ്സിലായോ? അതായത് കാർബൺ ഡയോക്സൈഡ് നമുക്ക് ശ്വസിക്കുന്നതിനൊന്നും പറ്റില്ല, പക്ഷെ ഇങ്ങനെ ലെസ് ഇൻവെസീവ് സർജറികളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉൾഭാഗം ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കാം, അതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് വീർപ്പിച്ച രീതിയിൽ കാണുമ്പോൾ ആ സർജൻ അത് കാണുമ്പോൾ കുറെ കൂടെ അതിന്റെ ഉൾഭാഗം ഒന്ന് കുറച്ചും കൂടെ വലുതാക്കി ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കാണാനൊക്കെ പറ്റും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ വാതകമാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇൻസുഫ്ലേറ്റിംഗ് ചോദ്യം വീർപ്പിക്കാന്നല്ല അർത്ഥം കേട്ടോ. ഇൻസുഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ഫോർ ലെസ് ഇൻവെസീവ് സർജറീസ് ലൈക്ക് പാരോസ്കോപ്പി. പാരോസ്കോപ്പി എന്ന് പറഞ്ഞാല് നമ്മുടെ എൻഡോസ്കോപ്പി ഇല്ലേ, അതിന്റെ തന്നെ ഒരു സിനോണിമാണ് കേട്ടോ. അതിന്റെ അതേ വാക്ക്, അതിനോട് സിമിലാരിറ്റി ഉള്ള ഒരു വാക്ക് തന്നെയാണ് പാരോസ്കോപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർത്രോസ്കോപ്പി, ആർത്രൈറ്റിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, സന്ധിവാതം, ആർത്രൈറ്റിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആർത്രോസ്കോപ്പി എന്തായിരിക്കും? സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ്, സർജറികളൊക്കെ നമ്മൾ ചെയ്യുന്നേ, അതാണ് ആർത്രോസ്കോപ്പി. ഓക്കെ, പിന്നെ എന്താണ് എൻഡോസ്കോപ്പി? എൻഡോസ്കോപ്പി പിന്നെ നമുക്കറിയാം അല്ലെ, മെഡിക്കൽ പ്രൊസീജിയർ ആണ്. നമ്മുടെ അല്ലെ ചെറിയൊരു എന്താ പറയാ കത്തീഡ്രും അതിന്റെ അറ്റത്തൊരു ലൈറ്റും ക്യാമറയൊക്കെ വെച്ചിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് എൻഡോസ്കോപ്പി. പിന്നെന്താണ് ക്രയോതെറാപ്പി. എന്താണ് ക്രയോതെറാപ്പി? ക്രയോതെറാപ്പിക്ക് വേറൊരു പേരും കൂടെ പറയും, ക്രയോജനിക് സർജറി. അങ്ങനെയും പറയാം കേട്ടോ. ക്രയോതെറാപ്പി അഥവാ ക്രയോജനിക് സർജറി എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് സംശയം, എന്താണ് ക്രയോജനിക് സർജറി? ക്രയോജനിക് സർജറി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതായത് വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ, ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രീം കോൾഡ് എന്നൊക്കെയാണ് പറയുന്നത്, വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ നമ്മൾ ഈ പറയുന്ന ക്യാൻസർ സെല്ലുകൾ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ടിഷ്യൂസുകളൊക്കെ റിമൂവ് ചെയ്യുന്ന ആ ഒരു സർജറിനെയാണ് നമ്മൾ ക്രയോജനിക് സർജറി അഥവാ അതിനെ തന്നെയാണ് ക്രയോതെറാപ്പി എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. മനസ്സിലായോ? അവിടുത്തെ പ്രത്യേകത ഹൈലൈറ്റ് എന്താണ്? താഴ്ന്ന ടെമ്പറേച്ചർ ആണ് കേട്ടോ. ഐസ് തെറാപ്പി ഒക്കെ രിറ്റി പറയുന്ന ഐസ് തെറാപ്പി വെച്ചാൽ എക്സ്ട്രീം കോൾഡിലാണ് ഇത് ചെയ്യുന്നത്. എക്സ്ട്രീം കോൾഡ് വേറെ രീതിയിൽ പറയുക വളരെ താഴ്ന്ന ടെമ്പറേച്ചർ വെച്ച് പറയുമ്പോൾ വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം എക്സ്ട്രീം കോൾഡ് കേട്ടോ. ആ കോളനോസ്കോപ്പി പറ്റും കേട്ടോ. കോളനോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പി തന്നെയാണ്, വൻകുടലിൽ ചെയ്യുന്ന സംഭവം തന്നെയാണ് കേട്ടോ. കോളനോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞ എൻഡോസ്കോപ്പി തന്നെയാണ് കോളനോസ്കോപ്പി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ സംഭവം. ഓക്കെ, അതായത് ഉൾഭാഗത്തേക്ക് എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഇത് കടത്തിവിടുന്നത്, അങ്ങനെയുള്ള സിറ്റുവേഷൻ കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ക്രയോതെറാപ്പിയാണ് എക്സ്ട്രീം കോൾഡിൽ അല്ലെങ്കിൽ താഴ്ന്ന ടെമ്പറേച്ചറിൽ നമ്മൾ ഈ അബ്നോർമൽ ടിഷ്യൂസ് റിമൂവ് ചെയ്യും, പ്രത്യേകിച്ച് ക്യാൻസർ സെല്ലുകളൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു സർജറി, അതാണ് ക്രയോതെറാപ്പി, ക്രയോജനിക് സർജറി. അപ്പൊ അവിടെ ഉപയോഗിക്കുന്നത് ഈ ഗ്യാസ് കേട്ടോ. അപ്പൊ ആദ്യത്തെ പോയിന്റ് ആണ് കേട്ടോ പറഞ്ഞത്, ലെസ് ഇൻവെസീവ് സർജറിയിൽ ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്? ആസ് വെൽ ആസ് ഫോർ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ. അതായത് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത്, മീൻസ് അനസ്തേഷ്യ ടൈമില് അല്ലെങ്കിൽ അനസ്തേഷ്യക്ക് ശേഷമൊക്കെ നമ്മൾ
നമ്മുടെ റെസ്പിറേറ്ററി സെന്ററുകളെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, കാരണം അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ബോഡി ഒരു മയക്കത്തിലായിരിക്കുമല്ലോ. ആ ഒരു അനസ്തേഷ്യ ഇഫക്റ്റില് ആ ഒരു അനസ്തേഷ്യ കഴിഞ്ഞു കഴിയുമ്പോൾ ആ റെസ്പിറേറ്ററി സെന്ററുകളെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു സ്റ്റിമുലേഷൻ അവിടെ കൊടുക്കണം. അപ്പോഴാണ് അത് ആക്ടിവേറ്റ് ചെയ്ത് ആ ബ്രീത്തിങ് ഒക്കെ ആ ഒരു ലെവലിലേക്ക് വരുള്ളൂ. ബ്രീത്ത് ചെയ്യണില്ല എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് ബോഡി ചെറിയൊരു മയക്കത്തിലായിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു റെസ്പിറേറ്ററി സെന്ററുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെടുക്കുക, ഒരു റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ കൊടുക്കാനായിട്ട് ഒരു സ്റ്റിമുലന്റ് ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയ പറഞ്ഞത്? റെസ്പിറേറ്ററി സ്റ്റിമുലേഷന് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ കേട്ടോ. ആ സമയത്തല്ല, അനസ്തേഷ്യ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റെസ്പിറേറ്ററി സെന്റർ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അത്രയാണ് ഉപയോഗം വരുന്നത്. മനസ്സിലായോ? പിന്നെ അടുത്ത ഭാഗം പറയുന്നത് എന്താ വെച്ചാല്, CO2 may be piped in large hospitals but more likely comes from a tank. അതായത് നമ്മൾ ഇനി വാതകങ്ങളുടെ സ്റ്റോറേജിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ സാധാരണ വലിയ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ഈ കാർബൺ ഡയോക്സൈഡ് എന്താണ് പൈപ്പിലൂടെയാണ്, പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ തന്നെയാണ് നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ഹോസ്പിറ്റൽ നമുക്ക് ലഭിക്കണമെങ്കിൽ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ബട്ട് മോർ ലൈക്ലി കംസ് ഫ്രം എ ടാങ്ക്. അതേസമയം കൂടുതലും എന്താണ് ടാങ്ക് വഴിയായിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പല രീതിയിൽ സ്റ്റോർ ചെയ്യാമല്ലോ നമുക്ക്. ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ നമുക്ക് അവിടെ ഒരു ടാങ്കിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അല്ലെങ്കിൽ ടാങ്ക് വഴിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ടാങ്കിലായിരിക്കാം കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ടാവാം, സ്റ്റോർ ചെയ്യുന്നുണ്ടാവാം. അതേസമയം വലിയ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടാങ്ക് കൊണ്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ ആവശ്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വലിയ ഹോസ്പിറ്റലിലാകുമ്പോൾ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷനും മറ്റും നടക്കുന്നത്. കാര്യം ത്രൂ ഔട്ട് ഹോസ്പിറ്റൽ കിട്ടണമല്ലോ. അതേ കൂടുതലും എന്താണ്, മോർ ലൈക്ലി കംസ് ഫ്രം എ ടാങ്ക്. പക്ഷെ കൂടുതൽ ടാങ്കിലൂടെ, ഈ ടാങ്കിലാണ് കൂടുതൽ അത് സംഭരിച്ചത്. ചെറിയ ഹോസ്പിറ്റലിന്റെ കാര്യമാണ് കേട്ടോ അത് പറഞ്ഞത്. ചെറിയ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ടാങ്കിൽ മധ്യത് സംഭരിക്കാറാണ് പതിവ്. ഓക്കെ, കാർബൺ ഡയോക്സൈഡിന്റെ കാര്യമാണ്. ക്ലിയർ ആയല്ലോ? കാർബൺ ഡയോക്സൈഡ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? ഇൻസുഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്. ഇൻസുഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ആണത്. ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലെസ് ഇൻവെസീവ് സർജറികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, അതായത് ഒരു റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ അല്ലെ, സ്റ്റിമുലേഷൻ ടു പ്രൊവൈഡ് ദ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ആഫ്റ്റർ ഡ്യൂറിങ് ഓർ ആഫ്റ്റർ അനസ്തേഷ്യ. അനസ്തേഷ്യക്ക് ശേഷമൊക്കെ നമുക്കൊരു റെസ്പിറേറ്ററി സ്റ്റിമുലേഷന് വേണ്ടിയിട്ടും കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓരോന്നിന്റെ ഉപയോഗം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക കേട്ടോ. അടുത്തതാണ് നാലാമത്തെയാണ് നൈട്രജൻ. ഓക്കെ, നൈട്രജൻ കേട്ടോ. മെഡിക്കൽ ലിക്വിഡ് നൈട്രജൻ ആണ് അവിടെ പ്രയോജനപ്പെടുത്തുന്നത് കേട്ടോ. ഗ്യാസ് ഫോമിലല്ല, ലിക്വിഡ് ഫോമിലാണ്. നമുക്ക് നോക്കാം. ഇനി കുറച്ചധികം പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് പോയിന്റ് ആയിട്ട് മനസ്സിൽ വെക്കാം. നൈട്രജൻ ഈസ് എ മെഡിക്കൽ ഗ്യാസ് used for cryosurgery to remove some cancers and skin lesions, and also for the storage of tissues, cells and blood in cryogenic temperatures to avoid the oxidation of the samples. എന്താണ് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്രയോ സർജറി, അത് തന്നെയാണ് കേട്ടോ ഇവിടെ പറഞ്ഞത്. അതായത് നൈട്രജൻ എന്ന് പറയുന്ന മെഡിക്കൽ ഗ്യാസ് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒന്ന് ക്രയോ സർജറിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു ക്രയോജനിക് ഏജന്റ് ആണ് ഇത് നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്ന ഗ്യാസ് കേട്ടോ. ക്രയോ സർജറി എന്താന്ന് പറഞ്ഞല്ലോ, അത് ഇവിടെ പറയുന്നുണ്ട്. ടു റിമൂവ് സം ക്യാൻസേഴ്സ് ആൻഡ് സ്കിൻ ലെഷൻസ് കേട്ടോ. സ്കിൻ ലെഷൻസ് സ്കിന്നിലൊക്കെ വരുന്ന ചില എന്താ പറയാ ക്ഷതം അല്ലെങ്കിൽ എന്താ പറയാ ഈ അരിമ്പാറ എന്നൊക്കെ നമ്മൾ പറയും. സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ചില അരിമ്പാറകള്, അങ്ങനത്തെ ചില ഇതൊക്കെ ഉണ്ടാവില്ലേ, അതാണ് ലെഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ളത് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാൻസർ ക്യാൻസർ സെല്ലുകളെയൊക്കെ റിമൂവ് ചെയ്യുന്നതിനും നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം കോൾഡ് അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന സർജറി, ഇതാണ് എന്താ അതറിയിക്കുക അരിമ്പാറ. അതായത് അങ്ങനെയുള്ളതൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ക്രയോ സർജറിക്കകത്ത് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായോ? ക്രയോ സർജറി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ക്രയോതെറാപ്പി അത് തന്നെയാണ് കേട്ടോ. ടു റിമൂവ് സം ക്യാൻസേഴ്സ് ആൻഡ് സ്കിൻ ലെഷൻസ്, അത് ഒന്നാമത്തെ പോയിന്റ്.
രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ആൾസോ ഫോർ ദ സ്റ്റോറേജ് ഓഫ് ടിഷ്യൂസ്, സെൽസ് ആൻഡ് ബ്ലഡ് ഇൻ ക്രയോജനിക് ടെമ്പറേച്ചേഴ്സ് ടു അവോയ്ഡ് ദ ഓക്സിഡേഷൻ ഓഫ് ദ സാമ്പിൾസ്. അതായത് ഈ പറയുന്ന ടിഷ്യൂകള്, സെല്ലുകള്, ബ്ലഡുകള് അങ്ങനെയുള്ള ബയോളജിക്കൽ സ്പെസിമെൻസുകളുടെ ഓക്സിഡേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ക്രയോജനിക് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുന്നതിനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ക്രയോജനിക് ടെമ്പറേച്ചറിന്റെ കാര്യം ഞാൻ പറഞ്ഞു, എക്സ്ട്രീം കോൾഡ് ആണെന്ന് വെച്ചാൽ അത്രയും താഴ്ന്ന ഒരു ടെമ്പറേച്ചറിലാണ് നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ആ ഒരു ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ കോൾഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തിനാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ടു അവോയ്ഡ് ദ ഓക്സിഡേഷൻ ഓഫ് സാമ്പിൾസ്, അതായത് ഓക്സിഡേഷൻ ഒഴിവാക്കാനായിട്ട്. ഓക്സിഡേഷൻ ചെയ്യാന്ന് വെച്ചാൽ വായുവുമായിട്ട് സമ്പർക്കം വരുന്ന സമയത്ത് അതിൽ ഓക്സിജൻ കണ്ടന്റ് ഉണ്ടല്ലോ, അപ്പൊ വായുവായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ പല കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ഓക്കെ, ആ റിയാക്ഷൻസ് മൂലം ഈ സാമ്പിളുകളിൽ പല വാരിയേഷൻസ് വരും, വ്യതിയാനം വരും. അപ്പൊ അങ്ങനെയുള്ള ഓക്സിഡേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്രയോജനിക് ടെമ്പറേച്ചറിൽ, അത് ആ ഒരു താഴ്ന്ന ടെമ്പറേച്ചറിൽ ഇത്തരം ബയോളജിക്കൽ സാമ്പിൾസുകൾ സ്റ്റോർ ചെയ്യുന്നതിനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ പഠിച്ചത്. ഇനി മൂന്നാമത്തെ നോക്കിക്കേ. ഇറ്റ് ക്യാൻ ആൾസോ ബി യൂസ്ഡ് as a part of the medical gas mixture for lung function testing. അതായത് നമ്മുടെ ശ്വാസകോശ പരിശോധനകളൊക്കെ ചെയ്യില്ലേ, അത്തരം ടെസ്റ്റുകളിൽ പരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന വാതക മിശ്രിതങ്ങളിലെ ഭാഗമായിട്ടും അതിലൊരു ഭാഗമായിട്ടും ആരുപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഗ്യാസിനെ ഉപയോഗിക്കുന്നുണ്ട്. അത് മൂന്നാമത്തെ. ക്ലിയർ ആയോ പറഞ്ഞത്? അതായത് നമ്മുടെ ശ്വാസകോശ പരിശോധനകളൊക്കെ നടത്തില്ലേ, അതിനായിട്ട് ഉപയോഗിക്കുന്ന വാതക മിശ്രിതങ്ങളിലെ ഒരു ഭാഗമായിട്ടും നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് കേട്ടോ, നാലാമത്തെ പോയിന്റ് ഇതാണ്. നൈട്രജൻ as a gas is used to power tools in places where they do not have instrument air. അതായത് വായു ഇല്ലാത്ത സ്ഥലം വിചാരിക്കും. വായു ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ പ്രത്യേകിച്ച് വായു മാത്രമല്ല, ചിലപ്പോൾ ഇലക്ട്രിസിറ്റി അവൈലബിൾ അല്ലാത്ത സ്ഥലമൊക്കെയാണെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇൻസ്ട്രുമെന്റുകളെ പവർ ചെയ്യാനായിട്ട്, അതെ ഓക്കെ, ഇൻസ്ട്രുമെന്റിൽ നിന്ന് പവർ ചെയ്യാനായിട്ട്, അതിന് ജസ്റ്റ് പ്രവർത്തിപ്പിക്കാൻ, അതിനൊരു പവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുപയോഗിക്കാറുണ്ട്? ഒരു സോഴ്സ് ഓഫ് എന്താ പറയാ പവർ, സോഴ്സ് ഓഫ് പവർ ആയിട്ട് എന്തുപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയാണ് ആരുടെ ഉപയോഗം വരുന്നത്? നൈട്രജൻ ഗ്യാസിന്റെ ഉപയോഗം വരുന്നത്. 4 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ക്രയോജനിക് സർജറിയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. എന്തിനാണ് ക്രയോ സർജറി നമ്മൾ എന്തിനാ ചെയ്യുന്നത്? ഈ പറയുന്ന ക്യാൻസർ സെല്ലുകൾ റിമൂവ് ചെയ്യാനും അതുപോലെ സ്കിൻ ലേഷൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ക്രയോ സർജറിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ക്രയോ സർജറി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത് വളരെ താഴ്ന്ന ടെമ്പറേച്ചർ, അഥവാ എക്സ്ട്രീം കോൾഡിൽ ചെയ്യുന്ന ഒരു സർജറിയാണ് കേട്ടോ. ഓക്കെ, പിന്നെന്താ നമ്മൾ പറഞ്ഞത്? അതായത് സാമ്പിളുകളുടെ ഓക്സിഡേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ക്രയോജനിക് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുന്നതിനും, ഏതൊക്കെ സാമ്പിളുകൾ, ബ്ലഡ് അല്ലെങ്കിൽ ടിഷ്യൂസ്, സെല്ലുകൾ പോലെയുള്ള അങ്ങനെയുള്ളത് സ്റ്റോർ ചെയ്യുന്നതിനും നമ്മൾ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ശ്വാസകോശ പരിശോധനയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന വാതക മിശ്രിതങ്ങളുടെ ഭാഗമായിട്ടും നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അത് മൂന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ. നാലാമത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ആ ഒരു എന്താ പറയാ ഇൻസ്ട്രുമെന്റിനെ എന്ത് ചെയ്യാ, പവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോഴ്സ് ഓഫ് പവർ ആയിട്ടും നൈട്രജൻ ഗ്യാസിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അതെ, പവർ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, 4 പോയിന്റ് ആണ്. ഇനി നോക്കാം കേട്ടോ. മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് കംസ് ഫ്രം a multiple of cylinders and is piped at pressure. ബോറടിക്കണ്ട നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ, പറയാം. 3 മണി വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. ഓക്കെ, 1/2 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് most of the time it comes from a multiple of cylinders and is piped at pressure with an alarm system at the source and on the use site. എന്താണ് പറയുന്നത്? നമ്മൾ നേരത്തെ കാർബൺ ഡയോക്സൈഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ പറ്റി ലാസ്റ്റ് ഒരു സെന്റൻസ് അവർ പറഞ്ഞു അല്ലെ. വലിയ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ പൈപ്പിംഗ് സിസ്റ്റത്തിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ചെറുതിലൊക്കെ ആകുമ്പോൾ ടാങ്കിലാണ് നമ്മൾ പൊതുവെ ആ വാതകം സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു. എന്നതുപോലെ നൈട്രജൻ ഗ്യാസിന് നമ്മൾ പൊതുവെ എങ്ങനെയാണ്? ഇറ്റ് കംസ് ഫ്രം എ മൾട്ടിപ്പിൾ ഓഫ് സിലിണ്ടേഴ്സ്, ഒന്നിലധികം സിലിണ്ടറുകളിലൂടെയാണ് നമ്മൾ ഇത് എന്താ പറയുക നൈട്രജൻ ഗ്യാസിന് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഒന്നിലധികം സിലിണ്ടറിലാണ് നമ്മൾ അത് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. ഒന്നിലധികം സിലിണ്ടറുകളിലൂടെയാണ് നമ്മൾ ഈ നൈട്രജൻ ഗ്യാസിനെ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ,
ഓക്കെ. പിന്നെ മാത്രമല്ല ആൻഡ് ഈസ് പൈപ്ഡ് അറ്റ് പ്രഷർ. ഓക്കെ, പൈപ്ഡ് എന്നിട്ട് എന്താണ്, നമ്മളൊരു കൺസിസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ നൈട്രജൻ ഗ്യാസിനെ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ കടത്തിവിടുന്നത്. മനസ്സിലായോ? ഒരു കൺസിസ്റ്റന്റ് പ്രഷർ, അത് എത്രയാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഒരു കൺസിസ്റ്റന്റ് പ്രഷർ ഉണ്ട്. ആ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നൈട്രജൻ ഗ്യാസിനെ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ നമ്മൾ കടത്തിവിടുന്നത്. ഓക്കെ. പിന്നെ എന്താണ്, വിത്ത് ആൻ അലാം സിസ്റ്റം അറ്റ് ദ സോഴ്സ് ആൻഡ് ഓൺ ദ യൂസ് സൈഡ്. അത് കൂടാതെ 2 അലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. എവിടെയൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് സോഴ്സിന്റെ ഭാഗത്ത്, മറ്റൊന്ന് യൂസ് സൈറ്റ്. യൂസ് സൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ നൈട്രജൻ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതായത് സോഴ്സ് എന്ന് പറയുന്നത് സിലിണ്ടേഴ്സിനാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ആ സോഴ്സിന്റെ ഭാഗത്തും ആ നൈട്രജൻ ഗ്യാസ് പൈപ്പിലൂടെ കടന്നു പോയിട്ട് ആ ഗ്യാസ് എവിടെയാണോ യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിന്റെ ആ ടെർമിനൽ യൂണിറ്റ് ഉണ്ടല്ലോ, യൂസ് സൈറ്റ്, അവിടെ നമ്മൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്യും, അലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. എന്തിനാ അലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഇതിനായിരിക്കും ഞാൻ നേരത്തെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു, കൺസിസ്റ്റന്റ് പ്രഷർ, അതായത് ഒരു കൺസിസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഗ്യാസിനെ, ഈ നൈട്രജൻ ഗ്യാസിനെ പൈപ്പിലൂടെ കടത്തിവിടുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോ നമ്മൾ ഈ അലാം വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ഗ്യാസിന്റെ പ്രഷറിനകത്ത് എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ്, ഒരു കൺസിസ്റ്റന്റ് പ്രഷറിലാണ് കൊടുക്കുന്നത്, ആ പ്രഷറിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നുണ്ടോ എന്നറിയാനും, അതുപോലെ ആ ഒരു ഗ്യാസ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ ഫ്ലോയിൽ വല്ല വേരിയേഷൻസ് വരുന്നുണ്ടോ, ശരിയായ അളവിൽ അത് ഫ്ലോ ചെയ്ത് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ പ്രഷറിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്ക് വരുന്നുണ്ടോ, ഓക്കെ, ലീക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പൈപ്പിംഗ് സിസ്റ്റത്തിൽ ഇനി എന്തെങ്കിലും മാൽ ഫങ്ഷൻസ് ഉണ്ടാവുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഈ അലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? എന്തിനാണ് അലാം വെറുതെ വെക്കുന്നതാണോ? അല്ല, സോഴ്സിന്റെ ഭാഗത്തും വെക്കുന്നുണ്ട്, ഈ ഗ്യാസ് ചെന്ന് എവിടെയാണോ യൂട്ടിലൈസ് ചെയ്യുന്ന ആ യൂസ് സൈറ്റിലും 2 സ്ഥലത്തും നമ്മൾ അലാം സെറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, അതിനകത്ത് ആ ഒരു പ്രഷറിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നുണ്ടോ, ഗ്യാസ് ഫ്ലോയിൽ എന്തെങ്കിലും വാരിയേഷൻസ് ഉണ്ടാവുന്നുണ്ടോ, പൈപ്പിൽ എന്തെങ്കിലും മാനുഫാക്ചേഴ്സ് ഉണ്ടാവുന്നുണ്ടോ, ലീക്ക് ഉണ്ടാവുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അലാം അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ക്ലിയർ ആയ പറഞ്ഞു? പത്രികയിൽ നൈട്രജൻ ഗ്യാസ് 4 പോയിന്റ്സുകളിൽ നമ്മൾ അതിനകത്ത് പറഞ്ഞുള്ള 4 പോയിന്റുകൾ ഓർമ്മിക്കാം കേട്ടോ. ക്ലിയർ ആണല്ലോ? അടുത്തതാണ് നൈട്രസ് ഓക്സൈഡ് കേട്ടോ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നൈട്രജൻ ക്ലിയർ ആയില്ലേ? ഞാൻ പറയണ്ടല്ലോ. അടുത്തത് കേട്ടോ, 5ാമത്തെ പോയിന്റ് ഇതാണ്, മീൻസ് മെഡിക്കൽ ഗ്യാസ് ഇതാണ്, നൈട്രസ് ഓക്സൈഡ് കേട്ടോ. നൈട്രസ് ഓക്സൈഡ് N2O എന്നാണ് കേട്ടോ പറയാം. N2O എന്നാണ് നൈട്രസ് ഓക്സൈഡ്. അതിലൊരു ചോദ്യം കിടപ്പുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആ ക്വസ്റ്റ്യൻ മിക്കവാറും വരും കേട്ടോ, അതുകൊണ്ട് നിങ്ങളത് നോട്ട് ചെയ്തിരിക്കാം. നൈട്രസ് ഓക്സൈഡ് ഇസ് എ മെഡിക്കൽ ഗ്യാസ് കോമൺലി നോൺ ആസ് എന്താണ്, ലാഫിംഗ് ഗ്യാസ് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിക്കവാറും വരും. വർഷ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഏത് ഗ്യാസ് ആണ് ലാഫിംഗ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ലാഫിംഗ് ഗ്യാസ്, ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഏതാണ്? നൈട്രസ് ഓക്സൈഡ് ആണ് കേട്ടോ. N2 ആണ് കേട്ടോ. എന്തുകൊണ്ട് ആ ഗ്യാസ് ഇങ്ങനെ ശ്വസിച്ചാൽ നമുക്ക് ചിരി വരുന്നതാണോ? ചിരി വരുന്ന വെച്ചാൽ വേറെ ഒന്നുമല്ല, ആ ഗ്യാസ് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയാ, പ്ലസന്റ് ഫീലിംഗ് ഉണ്ടാവാം, അതായത് ഒരു സെൻസ് ഓഫ് ഹാപ്പിനെസ്, അത് നമുക്ക് അനുഭവപ്പെടും. ഓക്കെ, അപ്പൊ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നും, നമുക്ക് വല്ല സ്ട്രെസ്സോ ആൻസൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയും, പെട്ടെന്ന് ഇങ്ങനെ കുറയുന്നത്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കേട്ടോ അതിനെ ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ. ചിരിപ്പിക്കുന്ന വാതകം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന മെഡിക്കൽ ഗ്യാസ് ചോദിച്ചാൽ തെറ്റിക്കരുത്, നൈട്രസ് ഓക്സൈഡ് കേട്ടോ. ഫിലിമിൽ കണ്ടിട്ടുണ്ട്. ഫിലിമില്ല, ഏത് ഫിലിമിലാണ് നൈട്രസ് ഓക്സൈഡ്? പേര് പറയോ ഫിലിമിന്റെ? ഭൈരവ. ഓക്കെ. വിജയുടെ സിനിമയല്ലേ? ഭൈരവ? തമിഴല്ലേ? ഓക്കെ. ഞാൻ കണ്ടിട്ടില്ല ആ സിനിമ, പക്ഷെ വിജയുടെ പാട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനകത്ത് ഉണ്ടല്ലേ? ശരി, ഞാനൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പൊ ലാഫിംഗ് ഗ്യാസ് കേട്ടോ. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നു കേട്ടോ. ഇനി നോക്കിക്കേ, എന്തിനൊക്കെ അത് ഉപയോഗിക്കുന്നത്? ദിസ് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂമറസ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആസ് ബോത്ത് ആൻ അനസ്തെറ്റിക് ആൻഡ് അനാൾജസിക്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? ഒരുപാട് സർജിക്കൽ പ്രൊസീജിയറിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയായിട്ട്? ആസ് എ
ബോത്ത് ആൻ അനസ്തെറ്റിക് ആൻഡ് അനാൽജസിക് കേട്ടോ. അത് തന്നെ അനാൽജസിക് എന്ന് വെച്ചാൽ എന്താണ്? പെയിൻ കില്ലർ അല്ലെ, വേദന സംഹാരി അല്ലെ. അനസ്തെറ്റിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വേദന സംഹാരിയായിട്ടും ഉപയോഗിക്കുന്ന ഒരു വാതകമാണ് എന്തെന്ന് പറയുന്നത്? നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ് എന്താണ് ഇതിന്റെ ഉപയോഗം? ലാഫിംഗ് ഗ്യാസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ യൂസസ് എവിടേക്കാണ്? അനസ്തെറ്റിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അനാൽജസിക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അടുത്തതാണ് വാക്വം. എന്താണ്? വാക്വം കേട്ടോ. വാക്വം നമ്മള് നേരത്തെ പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ട് നമുക്ക്? മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത് 2 സിസ്റ്റങ്ങൾ ചേർന്നതാണ്. ഒന്ന് വാക്വം സിസ്റ്റം ആണ്, മറ്റൊന്ന് എന്താ പറയാ വേസ്റ്റ് ഗ്യാസ് അനസ്തെറ്റിക് ഡിസ്പോസൽ സിസ്റ്റം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ആ ഒരു സംഭവം തന്നെ വാക്വം സിസ്റ്റം പറഞ്ഞില്ലേ? അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വാക്വം. ഓക്കെ, എന്താണ് വാക്വം? Piped medical surgery's vacuum system is used for patient draining, aspiration and suction. അതായത് പ്രധാനമായിട്ട് നമ്മുടെ ഈ വാക്വം സിസ്റ്റം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാക്വം ട്യൂബ്, അതായത് വാക്വം സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് പൈപ്ഡ് മെഡിക്കൽ സർജിക്കൽ വാക്വം സിസ്റ്റം. അതായത് അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഫോർ പേഷ്യന്റ് ബേബീനെ എടുക്കാനാണ്. ബേബീനെ എടുക്കാൻ. അത് മാത്രമല്ല പിന്നെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഫോർ പേഷ്യന്റ് ട്രെയിനിങ് കേട്ടോ. പേഷ്യന്റ് ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ. എന്താണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ? എന്താ ഉദ്ദേശിക്കുന്നത്? ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇറ്റ് ഇസ് ദ റിമൂവൽ ആണ് കേട്ടോ. അതെ, ഞാൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. ഇന്ന് അതിലെ ലീവാണ്. 3 മണി വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ഞാൻ തുടക്കം പറഞ്ഞിരുന്നു സമയം ലേറ്റ് ആയിട്ട് കയറിയാറുണ്ട് കേട്ടോ. 3 മണി വരെ ക്ലാസ് ഉള്ളൂ. മിസ് ലീവ് ആയതുകൊണ്ട് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം എന്താ നമ്മൾ പറഞ്ഞോട്ടിരുന്നത്? പേഷ്യന്റ് ട്രെയിനിങ് അല്ലെ. പേഷ്യന്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ റിമൂവൽ ഓഫ് ദ എക്സസ് ഫ്ലൂയിഡ് കേട്ടോ. എക്സസ് ഫ്ലൂയിഡ് ഫ്രം ദ ബോഡി. ഓക്കെ, നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സസ് ആയിട്ടുണ്ടാകുന്ന ഫ്ലൂയിഡ്സ് ഉണ്ടല്ലോ. പ്രത്യേകിച്ച് സർജറി ചെയ്യുന്ന സമയത്ത് കേട്ടോ. സർജറി ചെയ്യുന്ന സമയത്ത് ബ്ലഡ്, മറ്റുള്ള എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസോ എന്ത് വേണമെങ്കിലാവാം, അതിനെ ഡ്രെയിൻ ചെയ്ത് കളയുക, അതിനെ റിമൂവ് ചെയ്ത് കളയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പേഷ്യന്റ് ട്രെയിനിങ്. അതുപോലെ തന്നെ ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ. ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേ സംഭവം തന്നെയാണ്. എക്സസ് ആണ്, റിമൂവൽ ഓഫ് എക്സസ് ഫ്ലൂയിഡ്. പ്രത്യേകിച്ച് എന്താണ്? ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ എക്സസ് ആയിട്ടുണ്ടാവുന്ന ഫ്ലൂയിഡ്സിനെ മറ്റും എന്ത് ചെയ്യാണ്? നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ പ്രോസസ്സിനെയാണ് ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. അതായത് വാക്വം സിസ്റ്റം ഞാൻ പറഞ്ഞില്ല, വാക്വം സിസ്റ്റം. അപ്പൊ നമ്മൾ അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ തരും. നിങ്ങൾ എങ്ങനെയൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത്, ഓക്കെ, സർജറി ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കീറിയിട്ടാണല്ലോ നമ്മൾ സർജറി ചെയ്യുന്നത്. ഈ സർജറി ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ഏതെങ്കിലും ഒരു പാർട്ടിന് സർജറി ചെയ്യുമ്പോൾ അവിടെ നിറച്ച് ബ്ലഡ് വരും അല്ലെ. എന്തായാലും സ്കിന്നിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ബ്ലഡും ഫ്ലൂയിഡ്സും ഒക്കെ അതിനകത്ത് നിറയും. അതെങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും? ഇല്ല. അത് അപ്പൊ തന്നെ എന്ത് ചെയ്യണം? നമ്മള് ഇങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കണം അല്ലെ. ആക്സിഡന്റിൽ എന്തെങ്കിലും പോയാൽ എടുക്കാം. അതെ, അങ്ങനെയും ചെയ്യാം. അതിനെ ഉപയോഗിക്കാം കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും നമ്മുടെ വായിക്കകത്ത് പോവുകയോ ഈ ബോഡി ക്യാവിറ്റിക്കകത്ത് എന്തെങ്കിലും പോവുകയൊക്കെ ചെയ്താൽ അതിനെ വലിച്ചെടുക്കുന്നതിന് സക്ഷൻ എന്നാണ് പറയുന്നത് അല്ലെ. സക്ഷന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ പറയുന്ന വാക്വം പൈപ്പിംഗ് സിസ്റ്റം, പൈപ്ഡ് മെഡിക്കൽ വാക്വം സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മളൊരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ സാധാരണ ഔട്ട്സൈഡിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും താഴ്ന്ന പ്രഷറിൽ കേട്ടോ. ഔട്ട്സൈഡിലുള്ള ഒരു നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാവല്ലോ, അതിനേക്കാളും താഴ്ന്ന പ്രഷറിൽ ആണ് നെഗറ്റീവ് പ്രഷർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ പുറത്തൊരു 1 അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ടെങ്കിൽ ഒരു 0.9 അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് നെഗറ്റീവ് പ്രഷറാണ്. ഓക്കെ, ആ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ നെഗറ്റീവ് പ്രഷർ കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെഗറ്റീവ് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡ്സിന്റെ ഒക്കെ വിസ്കോസിറ്റി കുറയും, റെഡ്യൂസ് ചെയ്യും. വിസ്കോസിറ്റി കുറയും. വിസ്കോസിറ്റി കുറയാന്ന് പറയുമ്പോൾ അതിന്റെ കട്ടി കുറയും. ഓക്കെ, ഈ ഫ്ലൂയിഡ്സിന്റെ കട്ടി കുറയും. അതുപോലെ സ്റ്റിക്കി ആയിട്ടൊക്കെ നിൽക്കുന്ന എന്തിന്റെ കട്ടി കുറയും, ലൂസൺ ആവാൻ തുടങ്ങും. ആ ലൂസൺ ആവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സക്ക് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. മനസ്സിലായ? നമ്മൾ കിച്ചൺ സിങ്കിൽ വാക്വം അപ്ലൈ ചെയ്തില്ല മാറ്റുന്നത്. ഓക്കെ, അങ്ങനെ അതുപോലെ അതല്ലേ ആ സംഭവം കേട്ടോ. ആ സംഭവമാണ് ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ. അപ്പൊ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ വാക്വം സിസ്റ്റം ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
ക്ലിയർ ആയല്ലോ? ഇനി നോക്കാം കേട്ടോ. ദിസ് മീൻസ് ദാറ്റ് മെഡിക്കൽ വാക്വം ഇൻ എ ഹോസ്പിറ്റൽ സപ്പോർട്ട്സ് സക്ഷൻ എക്യുപ്മെന്റ്. ഈ പറഞ്ഞ കാര്യം അപ്പൊ അത് മെഡിക്കൽ വാക്വം സിസ്റ്റം ശരിക്കും എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സക്ഷൻ എക്യുപ്മെന്റിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും ആവാട്ടോ. ഈ പറയുന്ന ഫ്ലൂയിഡ്സ് ആസ്പിറേഷൻ സക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഉള്ളിൽ തടഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിലേക്ക് സക്ക് ചെയ്ത് കളയുന്നതിനും നമ്മൾ വാക്വം സിസ്റ്റം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ പറയണ്ടല്ലോ, മനസ്സിലായല്ലോ? ഇനി നോക്കാം കേട്ടോ. Vacuum will vary across the pipeline, but is commonly maintained around 75 kilopascal ആണ് പറയുന്നത്. അതായത് സാധാരണ നമ്മൾ ഈ പൈപ്പ് ലൈനിലുടനീളം എന്താണ് വാക്വത്തിന്റെ പ്രഷറിൽ വേരിയേഷൻ കാണിക്കാം. പ്രഷറിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. പക്ഷേ പ്രഷർ വേരിയേഷൻ എന്ന് പറയുമ്പോൾ ഈ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ ഇത് പാസ് ചെയ്യുമ്പോൾ ഒരേ പ്രഷറിലാണെന്ന് നമുക്ക് നിർബന്ധമില്ല, വേരിയേഷൻ കാണിക്കാതെ. അതുകൊണ്ടാണ് വാക്വം വിൽ വാരി അക്രോസ് ദ പൈപ്പ് ലൈൻ ബട്ട് ഈസ് കോമൺലി മെയിൻറ്റൈൻഡ് അറൌണ്ട് 75 kilopascal. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഏകദേശം ഒരു 75 kilopascal പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും. ഏകദേശം ആയിട്ട് പറയണേ എന്ന് പറഞ്ഞാല് 75 kilopascal പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും ഈ വാക്വം ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവുക, പൈപ്പ് ലൈനിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായോ? പൈപ്പ് ലൈനിലുടനീളം എന്താണ് ഈ വാക്വത്തിന്റെ പ്രഷറിൽ വേരിയേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, വേരിയേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ കൂടിയും എന്താണ് പൊതുവെ ഒരു 75 kilopascal അത്രയും ആ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും എന്ത് പോകുന്നുണ്ടാവുക, വാക്വം ഈ പറയുന്ന പൈപ്പ് ലൈനിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടാവുക. 75 kilopascal എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞ നെഗറ്റീവ് പ്രഷറാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഏകദേശം ഒരു 76 അത്രയൊക്കെ വരും. അപ്പൊ അതിനേക്കാളും താഴ്ന്നാണ് 75 kilopascal ആണ് പറയുന്നത്. അപ്പോ സാധാരണത്തെക്കാളും നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തൊട്ട് താഴെ നെഗറ്റീവ് പ്രഷറാണ് കേട്ടോ. നെഗറ്റീവ് പ്രഷർ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും എന്തുണ്ടായിരിക്കുക ഈ പറയുന്ന വാക്വം പൈപ്പ് ലൈനിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. അതിൽ കൂടില്ലാന്ന്, അതായത് നോർമൽ പ്രഷറിനേക്കാൾ ഒരു കാരണവശാലും കൂടിയില്ലാന്ന്. വാരിയേഷൻസ് കാണിക്കും, പക്ഷെ നോർമൽ പ്രഷറിനേക്കാൾ എന്തായാലും കൂടി പോവില്ല. അതാണ് അത് മനസ്സിലാക്കാൻ ഒരു നെഗറ്റീവ് പ്രഷർ ആയിരിക്കും. അതാണ് 75 kilopascal ആ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും അതിലൂടെ പാസ് ചെയ്യുന്നത്. മനസ്സിലായോ? പറഞ്ഞേ, ക്ലിയർ ആയോ? കേരള ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് കൂടെ പറയാം. അടുത്തത് എന്താണ്? കംപ്രസ്ഡ് എയർ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് കംപ്രസ്ഡ് എയർ. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 75 kilopascal അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ എന്തിനാണ് വാക്വം ഉപയോഗിക്കുന്നത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതാണ് കംപ്രസ്ഡ് എയർ. കംപ്രസ്ഡ് എയർ അപ്പൊ നിങ്ങൾ ചിന്തിക്കും, നമ്മൾ നേരത്തെ ഒരു മെഡിക്കൽ എയർ പറഞ്ഞല്ലോ, അതും കംപ്രസ്ഡ് എയർ തന്നെയാണല്ലോ. പിന്നെ എന്താണ് ഇവിടെ വീണ്ടും ഒരു കംപ്രസ്ഡ് എയർ വന്നേക്കുന്നത് അല്ലെ? കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞ ഒരു വ്യത്യാസം ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് വായിക്കാം. അതായത് നേരത്തെ പറഞ്ഞ മെഡിക്കൽ എയർ എന്നാണോ, മെഡിക്കൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് പേര് മെഡിക്കൽ എയർ എന്ന് പറയുന്നത് അല്ലെ? അതും കംപ്രസ്ഡ് എയർ തന്നെയാണ്. പക്ഷെ അത് എന്തിനു വേണ്ടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ? മെഡിക്കൽ പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞത് ഒരു ജനറൽ കംപ്രസ്ഡ് എയർ ആണ്. എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നോൺ മെഡിക്കൽ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. മനസ്സിലായോ? അതായത് ഇൻഡസ്ട്രിയൽ പർപ്പസിന്, കമേഴ്സ്യൽ പർപ്പസിന്, ഈവൻ റെസിഡൻഷ്യൽ പർപ്പസിന് പോലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ എയർ ആണ്. അതാണ് വ്യത്യാസം. മനസ്സിലായോ? അവിടെ മെഡിക്കൽ എയർ എന്ന് പറഞ്ഞതും കംപ്രസ്ഡ് എയർ ആണ്. പിന്നെ എന്താ ഇവിടെ കംപ്രസ്ഡ് എയർ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അത് മെഡിക്കൽ എയർ എന്ന് നമ്മൾ എടുത്തു പറഞ്ഞു. കാര്യം ഇത് കംപ്രസ്ഡ് എയർ ആണ്, പക്ഷെ മെഡിക്കൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 99.5% പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ ആണ്. എന്നുവെച്ചാൽ മറ്റുള്ള മാലിന്യങ്ങളൊന്നും തന്നെ അതിനകത്ത് ഉണ്ടായിരിക്കില്ല. എന്താണ് പ്യുവർലി എന്താ പറയാ പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് മെഡിക്കൽ പർപ്പസിനാണ്. പക്ഷെ കംപ്രസ്ഡ് എയർ എന്ന് പറയുമ്പോൾ അത് മെഡിക്കൽ പർപ്പസിന് വേണ്ടി മാത്രമല്ല, നോൺ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. എന്നുവെച്ചാൽ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കാം, മറ്റു കമേഴ്സ്യൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കാം. അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ നമുക്ക് വായിക്കാം. കംപ്രസ്ഡ് എയർ യൂസ്ഡ് ഫോർ ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസസ്. അവിടെ ഫുൾ സ്റ്റോപ്പ് വേണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. മെഡിക്കൽ മാത്രമല്ല, മെഡിക്കലിന് ഉപയോഗിക്കുമ്പോൾ മെഡിക്കൽ എയർ എന്നാണ് നമ്മൾ പറയാ. അപ്പൊ ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസസിന് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ? ഇനി എന്താണ് മെഡിക്കൽ യൂസ്? നമുക്ക് പഠിക്കുന്ന മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് മെഡിക്കൽ യൂസ് ഇൻക്ലൂഡ്സ് ലബോറട്ടറി വർക്ക്, ഇൻഹേലേഷൻ തെറാപ്പി ആൻഡ് പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ്. ക്ലിയർ ആണല്ലോ? മെഡിക്കൽ യൂസിൽ എന്തൊക്കെ ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ലബോറട്ടറി വർക്കില്, ലബോറട്ടറി പർപ്പസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഹേലേഷൻ തെറാപ്പിക്ക്, അതുപോലെ തന്നെ
പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ് അല്ലെ, ഈ പറയുന്ന സർജിക്കൽ ടൂൾസുകളൊക്കെ പവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയൊരു 7 മെഡിക്കൽ ഗ്യാസുകളാണ് നമ്മൾ ഇതിലൂടെ പഠിച്ചത്. 7 മെഡിക്കൽ ഗ്യാസുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. മെഡിക്കൽ എയർ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ലിക്വിഡ് നൈട്രജൻ. ഓക്കെ, പിന്നെ എന്താ പഠിച്ചത്? നൈട്രസ് ഓക്സൈഡ്, വാക്വം. പിന്നെ ലാസ്റ്റ് എന്താ പഠിച്ചത്? ലാസ്റ്റ് കംപ്രസ്ഡ് എയർ. 7 മെഡിക്കൽ ഗ്യാസുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? ഓരോന്ന് എന്തിനാ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുഴപ്പമില്ലല്ലോ. ശരി, ഇനി പറയുന്നില്ല കേട്ടോ. മനസ്സിലായി വിചാരിക്കുന്നത്. അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. അതിന് പിക്ചർ ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാവുന്ന അറിയില്ല. മാക്സിമം നോക്കാം കേട്ടോ. നോക്കാം കേട്ടോ. സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കേട്ടോ. ഇനി നമ്മൾ മെഡിക്കൽ ഗ്യാസ് കണ്ടു, എന്തൊക്കെ വാഹനങ്ങളാണ്, എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ മെയിൻ ഭാഗത്തോട്ട് വരികയാണ്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കമ്പോണൻസുകളാണ് ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. അപ്പോ അതിന് ഒരു 6 കമ്പോണന്റുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഒരു പിക്ചർ എടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? നിങ്ങൾക്ക് പിക്ചർ കാണുന്നുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഇതൊരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലൊന്ന് ഇരുന്നോട്ടെ കേട്ടോ. ഒന്ന് ശരിക്കും നോക്കി വെച്ച്, ഒന്ന് ശരിക്കും നോക്കി. കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത് ഓരോ പാർട്ടുമായിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു ചിത്രം നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കാം കേട്ടോ. ഈ ചിത്രം ഒന്ന് മനസ്സിൽ വെക്കുക. കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ സോഴ്സ് കേട്ടോ. കണ്ടോ? സോഴ്സ് കണ്ട? ഇവിടെ നിന്നാണ് മെയിൻ ആയിട്ട് ഗ്യാസുകൾ വിതരണം ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, നമുക്ക് പഠിക്കാനുണ്ട്. എന്നാലും ഈ ചിത്രം ഒന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അത് കണ്ടോ? ഇവിടെ ഒരു സോഴ്സ് ഉണ്ടായിരിക്കും, ഗ്യാസിന്റെ ഒരു സോഴ്സ് ഉണ്ടായിരിക്കും. ഇതിലൂടെ ഇതാണ് നമ്മുടെ മാനിഫോൾഡ് സിസ്റ്റം എന്നാണ് പറയുക കേട്ടോ. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിന് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്നാണ് പറയുക. മാനിഫോൾഡ് സിസ്റ്റം അതൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഈ ചിത്രം ഒന്ന് മനസ്സിലാക്കുക. മാനിഫോൾഡ് സിസ്റ്റം കണ്ട, അവിടെ കുറെ സിലിണ്ടറുകളൊക്കെ വെക്കുന്നുണ്ട് അല്ലെ. വ്യത്യസ്ത വാതകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കുറെ സിലിണ്ടറുകളൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഈ സിലിണ്ടറുകൾ ഒരു പൈപ്പിംഗ് സിസ്റ്റം ആയിട്ട് കണക്റ്റഡ് ആണ് സിലിണ്ടർ. കണ്ടോ? ഈ പൈപ്പിംഗ് സിസ്റ്റം ധാരാളം ഓരോ പൈപ്പിംഗ് സിസ്റ്റം ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഈ പൈപ്പിംഗ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ പാനൽ കണ്ടോ? ഇവിടെ ഒരു കൺട്രോൾ പാനൽ ഉണ്ട്. അത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, പക്ഷെ ഒന്ന് നോക്കുക. അതിനേക്കാണ് ഈ ഒരു ഏരിയനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, ഒരു മെയിൻ സോഴ്സ് ഉണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? കണ്ടോ? ഒന്നിലധികം സിലിണ്ടറുകളൊക്കെ കാണാം. ഇതൊക്കെ സിലിണ്ടറുകളാണ്. ഇതിലൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള വാതകങ്ങൾ ഉണ്ടായിരിക്കും. അതെല്ലാം തന്നെ നമ്മുടെ പൈപ്പ് ലൈൻ സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. അത് കൺട്രോൾ ചെയ്യാനുള്ള കുറെ കൺട്രോൾ പാനലുകൾ ഇതിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ, ഇതിന്റെ ചെറിയൊരു ചിത്രം മാത്രമേ നമുക്ക് ഇതിനുള്ളൂ. ശരിക്കും ഇതിനെ ഉള്ളിലേക്ക് കയറി നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മോണിറ്റേഴ്സ് ഉണ്ടാവും, കൺട്രോൾ പാനൽ ഉണ്ടായിരിക്കും, അലാറം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇത് നോക്കുന്നുണ്ട് എവിടേക്കൊക്കെ പോകുന്നുണ്ട് നോക്കിയേ. ഓരോ റൂമുകളിലേക്ക് കണ്ടോ? പൈപ്പിംഗ് സിസ്റ്റം വഴിയായിട്ട് നമ്മുടെ വീട്ടിൽ വയറിംഗ് ഒക്കെ ചെയ്തില്ലേ? ഇതുപോലെ ഒരു സംഭവം അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ നോക്കൂ കേട്ടോ, ഒരു റൂമുകളിലേക്ക് ഇവിടെ ഐസ്ക്രീം ഉണ്ടായിരിക്കും, മാടുകൾ ഉണ്ടായിരിക്കും. കണ്ടോ? ഇവിടെയൊക്കെ ഒരു എന്താ പറയാ ഔട്ട്ലെറ്റ്സുകളും ഇൻലെറ്റുകളൊക്കെ നമുക്ക് കാണാനായിട്ട് കണ്ടോ? വാൾ മൗണ്ടഡ് ആയിട്ടുള്ള എന്താ പറയാ സിസ്റ്റങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോന്നല്ല, ഈ ഒരു പിക്ചർ ക്ലിയർ ആവില്ലാന്ന് എനിക്കറിയാം, പക്ഷെ ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിലാക്കാം കേട്ടോ. ഈ പിക്ചർ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു സോഴ്സ് ഇവിടെ കിടപ്പുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്നാണ് പറയുക കേട്ടോ. പൈപ്പ് ലൈൻ സിസ്റ്റം ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ വെക്കുക കേട്ടോ. ചിത്രം മനസ്സിൽ വെച്ചാൽ മാത്രം മതി. പിന്നെ നോക്കൂ, ഇവിടെ നിന്ന് പോയിട്ട് ഇങ്ങനെ കുറെ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ നമ്മുടെ ചുമരിന്റെ അവിടേക്കുള്ള കുറെ സ്വിച്ച് ബോർഡ് പോലെ ഇരിക്കുന്ന കുറെ ഭാഗങ്ങളിലേക്കൊക്കെ വന്ന് കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, കണ്ടോ? ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ചിത്രം മനസ്സിൽ പതിപ്പിച്ചാ സ്കാൻ ചെയ്ത് വെച്ചേക്കിട്ടോ. മനസ്സിന്റെ ഉള്ളിൽ സ്കാൻ ചെയ്ത് വെച്ചേക്കെ, എന്നിട്ട് നമുക്ക് വായിക്കാം. അപ്പൊ കുറച്ചും കൂടെ മനസ്സിലാവും. ശരി, അല്ലാണ്ട് ഇത് വായിക്കുമ്പോ എങ്ങനെയാണെന്ന് കേൾക്കാമെന്ന് എനിക്കറിയില്ല. ആ ചിത്രം മനസ്സിലാക്കി കേട്ടോ. ഇനി നമുക്ക് വായിക്കാം. ഓക്കെ, സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ്
ഗ്യാസ് സിസ്റ്റം കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ കണ്ടില്ലേ, ആ ചിത്രം നിങ്ങൾ കണ്ടില്ലേ, അതാണ് ഒരു ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഒരു ചിത്രമാണ് ഞാൻ കാണിച്ചത് കേട്ടോ. ഈ സംഭവം ഉണ്ടല്ലോ, അതൊരു മെഡിക്കൽ, നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഒരു ഹോസ്പിറ്റലിന്റെ മോഡൽ ഇവിടെ കാണിച്ചു തന്നിട്ടാണ്. അപ്പോ ഇതിനകത്ത് വരുന്ന കമ്പോണന്റുകൾ എന്തൊക്കെയാണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പ്രധാനമായിട്ടും 6 കമ്പോണന്റുകളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് 6 കമ്പോണന്റ് എന്നറിയോ? ഒന്ന് സോഴ്സസ് ഓഫ് സപ്ലൈ. ഓക്കെ, സോഴ്സസ് ഓഫ് സപ്ലൈ കണ്ട ഇതൊരു സോഴ്സ് ആണ് കേട്ടോ, ഇതൊരു സോഴ്സ് ആണ്. ഇപ്പൊ ടാങ്ക് ആവാം, മറ്റെന്തെങ്കിലും ജനറേറ്റേഴ്സ് ആവാം, എന്ത് വേണമെങ്കിലും ആയിരിക്കും കേട്ടോ. അപ്പൊ ഒരു സോഴ്സ് ഉണ്ടായിരിക്കും, സോഴ്സസ് ഓഫ് സപ്ലൈ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്, സോഴ്സസ് ഓഫ് സപ്ലൈ അല്ലെ. രണ്ടാമത്തെ എന്താണ്, പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് അല്ലെ, പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് അല്ലെ, വിതരണ സംവിധാനമാണ്. ശരിയല്ലേ? കണ്ടോ, ഇതൊക്കെ എന്താണ്, പൈപ്പിംഗ് സിസ്റ്റം ആണ്. ഈ പൈപ്പിംഗ് സിസ്റ്റത്തിലൂടെയാണ് എന്ത്, ഗ്യാസുകൾ ഓരോ റൂമുകളിലേക്കായിട്ട് വിതരണം ചെയ്യപ്പെടുന്നത് അല്ലെ. അപ്പൊ നോക്കൂ, പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. മൂന്നാമത്തത് വാൽവ്സ് കേട്ടോ, വാൽവുകൾ. വാൽവിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ വാൽവ് ഒന്നും എനിക്ക് നോക്കിച്ച് കാണിക്കാനൊന്നും പറ്റില്ല, പക്ഷെ ഇവിടെ ഉണ്ട് കേട്ടോ, കുഞ്ഞുകുട്ടി വാൽവുകളൊക്കെ ഇവിടെ കാണാൻ പറ്റില്ല, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞു വാൽവുകളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ വാൽവുകൾ ഉണ്ട്. വാൽവ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു കൺട്രോൾ മെത്തേഡ്, ടു കൺട്രോൾ ദ മെത്തേഡ് കേട്ടോ. അതായത് ഈ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഒരു മെഡിക്കൽ ഗ്യാസിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അതന്നെ ടു കൺട്രോൾ സപ്ലൈ, സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാൽവുകൾ ഉണ്ടായിരിക്കും. പിന്നെ അടുത്തത് എന്താണ്, വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ്. ഇതിന് വേണ്ടിയിട്ടാണ് ഫോർ മോണിറ്ററിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞു, നൈട്രജൻ ഗ്യാസ് പറഞ്ഞപ്പോ അലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പറഞ്ഞു അല്ലെ. ഇതിന് വേണ്ടിയിട്ടാണ് ഫോർ മോണിറ്റർ, വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം, മുന്നറിയിപ്പ് അലാം സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അടുത്തതാണ് ഔട്ട്ലെറ്റ്സ് ആൻഡ് ഓക്കെ, അത് തന്നെ ഗ്യാസ് സിലിണ്ടർ വാൽവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ എന്താണ്, ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ് കേട്ടോ. ഔട്ട്ലെറ്റ്സും ഇൻലെറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു സപ്ലൈ ഗ്യാസസ് അല്ലെ, ഗ്യാസ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഔട്ട്ലെറ്റിന്റെയും ഇൻലെറ്റ്സിന്റെയും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഈ ബ്രാക്കറ്റിലുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഏത് സിസ്റ്റം ആണ്? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? അത് പൈപ്പിംഗ് നെറ്റ്വർക്ക് ആണ്. മോണിറ്ററിംഗ് സിസ്റ്റം ഏതാണ്? അതിനകത്ത് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം ആണ്. അതുപോലെ ടു കൺട്രോൾ ദ സപ്ലൈ മെത്തേഡ് അല്ലെ, അത് സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് വാൽവുകളാണ്. ടു സപ്ലൈ ഗ്യാസസ് അല്ലെ, ഗ്യാസസ് സപ്ലൈ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ് ആണ്. അപ്പൊ ഈ ബ്രാക്കറ്റിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചോദ്യങ്ങൾ വരാം കേട്ടോ. മോണിറ്ററിംഗിന് ഉപയോഗിക്കുന്നത് അലാം സിസ്റ്റം ആണ്. പിന്നെ ടു കൺട്രോൾ ദ ഫ്ലോ മെത്തേഡ്, ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതിന് വാൽവുകൾ ഉപയോഗിക്കുന്നു. പിന്നെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് പൈപ്പിംഗ് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നു. ടു സപ്ലൈ ഗ്യാസസ് സപ്ലൈ ചെയ്യാനായിട്ട് ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ് ഉപയോഗിക്കുന്നു. പിന്നെ എന്താണുള്ളത്? സെക്കൻഡറി എക്യുപ്മെന്റ്. സെക്കൻഡറി എക്യുപ്മെന്റ് ഏതൊക്കെയാണ്? 6 പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്ന് പറയുന്നത്. ഒന്ന് സോഴ്സസ് ഓഫ് സപ്ലൈ, രണ്ടാമത്തത് പൈപ്പിംഗ് നെറ്റ്വർക്ക്, മൂന്നാമത്തത് വാൽവുകള്, പിന്നെ വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ്, ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്, ലാസ്റ്റ് വൺ എന്താണ്? സെക്കൻഡറി എക്യുപ്മെന്റ്. ക്ലിയർ ആയി പറഞ്ഞത്? ഈ 6 കമ്പോണന്റുകളെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ആളാരാണ്? സോഴ്സസ് ആണ് അല്ലെ, സോഴ്സസ്. ഓക്കെ, എന്താണ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ദ സോഴ്സസ് ആർ ദ റിസർവ്സ് ദാറ്റ് ജനറേറ്റ് ദ ഫ്ലോ ഓഫ് മെഡിക്കൽ ഗ്യാസസ് ത്രൂ പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് ലൈക്ക് മാനിഫോൾഡ് സിസ്റ്റംസ്. അതായത് ഈ മാനിഫോൾഡ് സിസ്റ്റങ്ങൾ പോലെയുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ. ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സോഴ്സ് എന്ന് പറഞ്ഞ ഒരു ബൾക്ക് ടാങ്ക് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഗ്യാസ് എന്താ പറയുക ഗ്യാസ് ഫ്ലോ ജനറേറ്റർ ആവാം, അങ്ങനെ എന്തും ആവാം. അതാണ് സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ടാങ്ക്, ഒരു ബൾക്ക് ടാങ്ക് ആയിട്ടാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത് കേട്ടോ. അത് തന്നെ മെയിൻ സ്ഥലം, ഗ്യാസ് വരുന്ന മെയിൻ സ്ഥലമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് സോഴ്സ്. കണ്ടോ, ഇവിടെ ഇതാണ്, ഇവിടെ നിന്നാണ് പിന്നെ ഈ മാനിഫോൾഡ് സിസ്റ്റത്തിനകത്തോട്ട് പോകുന്നത്. അപ്പൊ നോക്കാം, അതാണ് ഇവിടുത്തെ സോഴ്സ്. സോഴ്സ് എന്ന് പറയുന്നത് വേറൊന്നും ഒരു ബൾക്ക് ടാങ്ക്സ് ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസ് ഫ്ലോ ജനറേറ്റേഴ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും. റിസർവോയർ ആണ് കേട്ടോ, മെയിൻ ഗ്യാസ് വരുന്ന ആ ഒരു സംഭരിക്കുന്ന ആ ഒരു സ്ഥലമാണത്. അപ്പൊ നമുക്ക് സോഴ്സസ് ആർ റിസർവ്സ് that generate the flow of medical gases through piping networks like manifold systems. അപ്പൊ manifold systems എന്താണെന്ന് നമുക്ക് പറയാം. manifold systems പോലുള്ള എന്താണ് പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ വഴി മെഡിക്കൽ വാതകങ്ങളുടെ ഫ്ലോ ജനറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ശേഖരം അല്ലെ,
ഒന്നുമല്ല ബൾക്ക് ടാങ്ക് എന്ന് ഓർത്താൽ മതി. ബൾക്ക് ടാങ്ക് ആവാം, ജനറേറ്റേഴ്സ് ആവാം, അതിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മളൊരു മാനിഫോൾഡ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞു. എന്താണ് ഈ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാനിഫോൾഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ ടു ബാങ്ക്സ്. ചുരുക്കി പറഞ്ഞാലേ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, നമ്മൾ ഈ വ്യത്യസ്ത വാതകങ്ങള് ശേഖരിച്ചു വെക്കുന്ന, അതായത് നമ്മൾ സജ്ജീകരിച്ചു വെക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, പ്രത്യേകം സജ്ജീകരിച്ചിട്ട് ഈ വാതകങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഒന്നിലധികം സിലിണ്ടറുകളൊക്കെ നമ്മൾ സജ്ജീകരിച്ചു വെക്കില്ലേ, ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ മാനിഫോൾഡ് സിസ്റ്റത്തിനകത്ത് ആ ഒരു മാനിഫോൾഡ് അവിടെ നിന്നാണ് ഈ പറയുന്ന വ്യത്യസ്ത വാതകങ്ങൾ അടങ്ങിയിരിക്കുന്ന സിലിണ്ടറുകൾ, പിന്നെ ഈ പറയുന്ന കൺട്രോൾ പാനലുകൾ, അതായത് ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസ് പൈപ്പിംഗ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ പാനലുകൾ, അതുപോലെ തന്നെ റെഗുലേറ്ററുകൾ, പിന്നെ മോണിറ്ററിംഗ്, അലാം സിസ്റ്റങ്ങൾ, അതെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു മാനിഫോൾഡിന് അകത്താണ്. നമുക്ക് ഈ ചിത്രം, ഈ ഭാഗമാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോഴ്സിൽ നിന്നും ഈ പറയുന്ന മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഈ പറയുന്ന വ്യത്യസ്ത വാതകം, ഓരോ സിലിണ്ടറിലും പല പല വാതകങ്ങളായിരിക്കും, ഈ വ്യത്യസ്ത വാതകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മാനിഫോൾഡ് എന്ന് പറയുന്നത്. ഈ ഒരു മാനിഫോൾഡിന് നിന്നാണ് ഈ പറയുന്ന എന്താ പറയാ സിലിണ്ടേഴ്സ്, വ്യത്യസ്ത വാതകങ്ങളുള്ള സിലിണ്ടറുകൾ, അതുപോലെ നമ്മുടെ പൈപ്പ് ലൈൻ സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ പാനൽ, ഇവിടെ ഒരു കൺട്രോൾ പാനൽ ഉണ്ടായിരിക്കും, റെഗുലേറ്റേഴ്സുകൾ ഉണ്ടായിരിക്കും, ഓക്കെ, അതുപോലെ മോണിറ്ററുകൾ ഉണ്ടായിരിക്കും, അലാമുകൾ, ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇതെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലമാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾ കാണുന്നുണ്ടോ? ചിത്രം കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ ഈ ചിത്രം? ഈ ചിത്രത്തിൽ ഇതൊരു മാനിഫോൾഡ് സിസ്റ്റം ആണ് കേട്ടോ. ഒന്നിലധികം സിലിണ്ടറുകളൊക്കെ ഉണ്ട്. ഈ സിലിണ്ടറുകളെല്ലാം അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഇതിനകത്തുണ്ട് കേട്ടോ. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിനകത്ത് കാണാൻ പറ്റും. നമുക്ക് ഈ പൈപ്പ് ലൈൻ സിസ്റ്റത്തിനെയൊക്കെ എന്താ പറയുക കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ പാനൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന റെഗുലേറ്റേഴ്സുകൾ, ഇവിടെയൊക്കെ ഓരോ റെഗുലേറ്ററുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ, റെഗുലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഈ പറയുന്ന മോണിറ്ററിംഗ് കേട്ടോ, മോണിറ്റർ ചെയ്ത് കലാമുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഇതുപോലെ ക്ലോക്ക് പോലെ കാണുന്നില്ലേ, അങ്ങനെ മോണിറ്ററിംഗ് അലാം സിസ്റ്റങ്ങളൊക്കെ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ മാനിഫോൾഡ് സിസ്റ്റംസ്. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് വായിക്കാം. ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ ടു ബാങ്ക്സ്, വൺ ഇസ് എ ബാക്കപ്പ് ടു ദ അതർ ഡിസൈഡ്സ് ദ കൺട്രോൾ പാനൽ. അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലായിട്ട് എന്താ പറയുക പ്രഷർ സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും. ഈ പ്രഷർ സിലിണ്ടറുകൾ എന്ന് പറയുമ്പോൾ ഒരെണ്ണം മറ്റൊന്നിന് ബാക്കപ്പ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരെണ്ണം തീരുമ്പോൾ ഒരെണ്ണം യൂസ് ചെയ്യാനുള്ള രീതിയിൽ one is a backup to the other. Okay. പിന്നെ besides, the control panel is installed for primary and secondary regulators, pressure regulators and warning lamps. ഈ ചിത്രം നിങ്ങൾ മനസ്സിലോർത്താൽ മതി കേട്ടോ. ഈ ഒരു എന്താ പറയാ ചിത്രം മനസ്സിലോർത്താൽ മതി. ഒന്നുമില്ല, മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള വ്യത്യസ്ത വാതകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള സിലിണ്ടറുകളും, അതുപോലെ പൈപ്പിംഗ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ പാനൽസും, പ്രഷർ റെഗുലേറ്ററുകളും, അലാം സിസ്റ്റവും, പിന്നെ ലൈറ്റിംഗ് ലാംപ്സുകളും, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് മാനിഫോൾഡ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെയാണ്? ഇത്രയും മതിയാവും. കാര്യം 3 മണിയായി. അപ്പൊ നമുക്ക് ഒരേ ഒരു ഭാഗം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സോഴ്സസ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, സോഴ്സസ് പൈപ്പിംഗ് നെറ്റ്വർക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വൈൻഡപ്പ് ചെയ്യാന് ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിലാണെങ്കിൽ ചോദിക്കും. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയാൻ കേട്ടോ. എനിക്ക് നല്ലൊരു വർഷം ആശംസിക്കാണ്. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനോ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ശരി, താങ്ക് യു.